ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം പി എസ് സിയിലേക്ക് സ്വാഗതം. ഞാൻ സ്വാഗത് സൈലം പി എസ് സിയിലെ ബയോളജി ഫാക്കൽറ്റിയാണ്. ഏപ്രിൽ 18 നടക്കാൻ പോകുന്ന APO എക്സാം, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരുണ്ടാവും അല്ലേ, കാര്യമായിട്ട് ആ എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു ഫൈനൽ റൗണ്ട് റിവിഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്താലോ? ഓക്കെ, അപ്പോൾ എന്തായാലും മാക്സിമം ആ സിലബസ് അനുസരിച്ച് ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ ലൈഫ് സയൻസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്ന് എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻ മാർക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു മാർക്ക് പോലെ തോന്നിയേക്കാം, പക്ഷെ അത് ഒഴിവാക്കി പഠിക്കേണ്ട കാര്യങ്ങളല്ല. ഏതൊക്കെ ഭാഗത്തു കൂടെയാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത്, സിലബസിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ നോക്കുന്നത്. എന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. ഓക്കെ, റെഡി, ക്ലിയർ ആണല്ലോ, എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മളെ ലൈഫ് സയൻസ് ഭാഗത്ത് നിന്ന് 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. എന്നാൽ 4 മാർക്ക് പോട്ടെ എന്നാരും വിചാരിക്കരുത്. 4 മാർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ചോദിക്കും എന്ന് നമ്മൾ വിചാരിക്കുക. പഠിച്ചാലാണ് എന്തും എളുപ്പം അല്ലെ. പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നോക്കി ഏതൊക്കെയാണ് സിലബസിൽ ഏത് എക്സാം, PSCൻ്റെ ഏത് എക്സാം എടുത്തു കഴിഞ്ഞാലും നമ്മൾ ബയോളജി ഭാഗമാണെങ്കിലും ചില ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ കാണും അല്ലേ. അപ്പോൾ ഇവിടെ ഏതാ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായ അറിവ്. എല്ലാ ബയോളജി എക്സാമിലും മനുഷ്യ ശരീരം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു ജീവശാസ്ത്രം, ബയോളജി എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല അല്ലേ. അപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായ അറിവ് എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും ഇവിടെയാണ് കൃത്യമായിട്ട് അത്യാവശ്യം കുറേ കാര്യങ്ങൾ വരുന്നത്. വെച്ചാൽ മനുഷ്യ ശരീരത്തിലുള്ള ഓരോ വ്യവസ്ഥകളും നമ്മൾ പഠിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ശ്വസനത്തിനെ കുറിച്ച് പഠിക്കണം, ദഹനം എന്ന് പറയുന്നത് പഠിക്കണം, രക്തത്തെക്കുറിച്ച് പഠിക്കണം, രക്തപര്യനം അല്ലെ, എന്ന് വെച്ചാൽ അവിടെ രക്തവും രക്തക്കുഴലും ഹൃദയവും ഒക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ നമ്മളിപ്പം വിസർജന പ്രക്രിയ എന്ന് പറയുന്ന ഒരു കാര്യം പഠിക്കേണ്ടി വരും. പ്രത്യുൽപാദനം പഠിക്കണം അല്ലെ, പ്രത്യുൽപാദന വ്യവസ്ഥയിലുള്ള വരുന്ന കാര്യങ്ങൾ, നാഡീ വ്യവസ്ഥയിലുള്ള കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഒരു കാര്യം ആയിട്ട് മാറാം. അതേപോലെ നമ്മൾ ജ്ഞാനേന്ദ്രിയം എന്ന് പറയും. ഇതൊക്കെ പഠിച്ചോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാനും കൂടെ പറ്റും കേട്ടോ. പിന്നെ ഒരു റിവിഷൻ ആയിട്ടാണ് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കുക. ടോപ്പിക്കിലേക്ക് കൂടുതൽ അങ്ങനെ കടക്കാനുള്ള ഒരു സമയക്കുറവാണ്, ലാസ്റ്റ് റൗണ്ട് റിവിഷൻ ആണല്ലേ. അപ്പോൾ ഈ ശ്വസനം, ദഹനം, രക്തം ഈ ഭാഗത്ത് ഞങ്ങൾ കവർ ചെയ്ത് പോകുന്നൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ വിസർജന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ വിസർജന അവയവങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ള ത്വക്ക്, ശ്വാസകോശം അല്ലെ, അതേപോലെ വൃക്ക, അപ്പോൾ കരൾ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിസർജന അവയവം. അപ്പോൾ അവരെ പറ്റിയൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. 4 അവയവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. അതാണ് ഇവിടെ വൃക്കയാണെങ്കിലും കരളാണെങ്കിലും ശ്വാസകോശമാണെങ്കിലും ത്വക്കാണെങ്കിലും അതൊക്കെയാണ് വിസർജന അവയവത്തിൽ പഠിക്കുക കേട്ടോ. പിന്നെ പ്രത്യുൽപാദനം എന്ന് പറയുന്ന സമയത്ത് പുരുഷൻ, സ്ത്രീ എന്ന് പറയുന്ന പ്രത്യുൽപാദന അവയവങ്ങൾ, അതിൻ്റെ പേര്, ബീജകോശങ്ങളെ കുറിച്ചുള്ള കാര്യം, ക്രോമസോം സംഖ്യ, ഇതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാം. പിന്നെ നാഡീ വ്യവസ്ഥ അല്ലെ, നാഡീ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള തലച്ചോറ് അല്ലെ, തലച്ചോറിനെ കുറിച്ച് പഠിക്കില്ലേ, തലച്ചോറ്, സുഷുമ്ന, നാഡികൾ, നാഡീകോശം, ന്യൂറോൺ, ഇതിന്റെ ഘടന, അങ്ങനെയുള്ള റിലേറ്റഡ് കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുക. പിന്നെ ജ്ഞാനേന്ദ്രിയം എന്ന് വെച്ചാൽ എന്താ, സെൻസ് ഓർഗൻ അല്ലെ, സെൻസ് ഓർഗൻസ് ആണ്. അതിൽ പഞ്ചേന്ദ്രിയം പഠിക്കണം, 5 കണ്ണുണ്ട്, മൂക്കുണ്ട്. അപ്പോൾ അവിടെ ത്വക്ക് എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയത്തിലും ഉൾപ്പെടും, വിസർജനത്തിലും ഉൾപ്പെടും. അപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കണ്ണ്, മൂക്ക് അല്ലെ, നാക്ക്, ത്വക്ക്, ചെവി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 5 ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് പഠിക്കുക. പിന്നെ നമ്മൾ മനുഷ്യ ശരീരം എന്ന് പറയുമ്പോൾ അവിടെ തന്നെയാണ് മനുഷ്യന്റെ ശരീരത്തിലുള്ള ഹോർമോണുകളെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ച് സെറ്റാക്കി എടുക്കണം. വിവിധ ഹോർമോണുകൾ, അന്തസ്രാവി ഗ്രന്ഥികൾ ഉണ്ടാക്കുന്ന ഹോർമോൺ അല്ലെ, ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, തൈറോക്സിൻ, തൈമോസിൻ, അഡ്രിനാലിൻ, ഇങ്ങനെ പറയുന്ന ഹോർമോണുകൾ പഠിച്ചോ എന്നുള്ളത് ചെക്ക് ചെയ്യട്ടോ. ഓക്കെ, അതേപോലെ അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അസ്ഥി അല്ലെ, അസ്ഥികളെ കുറിച്ച് പഠിക്കണം. അതേപോലെ പേശികൾ, ബോണും മസിലും ചോദിക്കില്ലേ, അസ്ഥീൻ്റെ എണ്ണമൊക്കെ ശരീരത്തിൽ ഓരോ ഭാഗത്തിൽ അസ്ഥി. ഇപ്പം ചോദിക്കില്ലേ, വാരിയലിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 24 അസ്ഥികൾ. മാറല്ലിൽ എത്ര? 1 അസ്ഥി അല്ലെ. ഇങ്ങനെ ഓരോ അസ്ഥീൻ്റെയും എണ്ണം പഠിക്കുന്ന ഒരു ഭാഗമാണ്. ആകെ എത്ര അസ്ഥികളുണ്ട്? 206. ആകെ എത്ര പേശികളുണ്ട്? 639 പേശികൾ. ഏറ്റവും ചെറിയ പേശി ഏത്? സ്റ്റേപ്പിഡിയസ്. ഏറ്റവും ചെറിയ അസ്ഥി ഏത്? സ്റ്റേപ്പിസ് അല്ലെ. ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഏറ്റവും നീളം കൂടിയ പേശി ഏത്? സാർട്ടോറിയസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഏറ്റവും വലുത് ചെറുതെന്ന് പറയാമല്ലേ. ഏറ്റവും വലിയ അസ്ഥി ഏത്? എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഏറ്റവും വലിയ അസ്ഥി എന്ന്, നീളം കൂടിയ അസ്ഥി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മറക്കാതെ ഓർമ്മിച്ച് വെച്ചേക്കുക, തുടയലാണ്. തുടയല് എന്നുള്ളതിന് പകരം ചിലപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷായിട്ട് ഫീമർ എന്ന് പറയാറുണ്ട് അല്ലെ. ഫീമർ അല്ലെങ്കിൽ തുടയലാണ്. അപ്പോൾ ആ 2 പേരും പഠിക്കാം. ഒന്ന് മലയാളം തുടയല്, ഇംഗ്ലീഷിൽ ഫീമർ എന്ന് പറയുന്നു. 2 ടേംസും പഠിച്ചോ. ഒരു എക്സാമിന് ഫീമർ എന്നാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായത് കേട്ടോ.
യെസ്, അങ്ങനെ മനുഷ്യ ശരീരം എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മളെ മനുഷ്യ ശരീരത്തിനെ കുറിച്ചുള്ള പൊതുവായ അറിവ് ആയിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ സിലബസിൽ വളരെ ഇങ്ങനെ പറഞ്ഞാൽ പോലും നമ്മൾ ഇത്രയും ഭാഗങ്ങൾ അവിടെ കവർ ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത എന്താ, ജീവകങ്ങൾ, ധാതുക്കൾ, അവയുടെ അപര്യാപ്തത രോഗം എന്ന് പറഞ്ഞാൽ ജീവകം ഏതാ? വിറ്റാമിൻ അല്ലെ, വിറ്റാമിൻ എന്ന് പറയാം. ജീവകങ്ങളാണ് നമ്മളെ വിറ്റാമിനുകൾ, വിറ്റാമിൻ എന്ന് പറയുന്നത്. ധാതുക്കൾ ഇംഗ്ലീഷിൽ മിനറൽസ് എന്ന് പറയുന്നു. അപ്പോൾ കുറേ തരം ജീവകം, ജലത്തിൽ ലയിക്കുന്ന ജീവകം, കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകം ഏത്, ജീവകത്തിന്റെ അപര്യാപ്തത രോഗങ്ങൾ, ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക. ധാതുക്കൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളതിലെ കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ ധാതുക്കൾ എന്ന് പറയുക അല്ലെ, ധാതുക്കൾ. പിന്നെ സാംക്രമിക രോഗങ്ങളാണ്. സാംക്രമിക രോഗം എന്ന് പറയുമ്പോൾ സാംക്രമിക രോഗകാരികൾ ഉണ്ടാവില്ല അല്ലെ, വൈറസ് ഉണ്ടാക്കുന്ന രോഗം, അതേപോലെ ഫംഗസ് ഉണ്ടാക്കുന്ന രോഗമാണ്, ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം. ബാക്ടീരിയനെ പഠിക്കണം, വൈറസ് പഠിക്കണം, ഫംഗസ് പഠിക്കണം, ബാക്ടീരിയ പഠിക്കണം. അതേപോലെ പ്രോട്ടോസോവയെ കുറിച്ച് പഠിക്കണം അല്ലെ, പ്രോട്ടോസോവ എന്ന് പറയുന്ന വിഭാഗത്തിനെ പറ്റി പഠിക്കുക. വിരകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ പഠിക്കുക. അങ്ങനെ പഠിച്ചെടുക്കുന്ന ഭാഗമാണിത്. അതേപോലെ അതിൻ്റെ കൂടെ ചിലപ്പോൾ രോഗകാരികളെ പഠിക്കുന്നതും, രോഗത്തിൻ്റെ പേര് പഠിക്കുക, രോഗനിർണയത്തിനുള്ള ടെസ്റ്റ്, വാക്സിനേഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്യണം. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കട്ടെ, അവിടെ തന്നെ ചെയ്തു നോക്കേ. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. അപ്പോൾ എപ്പോഴും കുറേ പദ്ധതികളിലെ സുകൃതം എന്ന് പറയുന്ന പദ്ധതി, ആയുർദളം എന്ന് പറയും. ഇപ്പോൾ ക്യാൻസർ രോഗം എന്ന് പറയുമ്പോൾ സുകൃതം പദ്ധതി, ആയുർദളം എന്ന് പറയുമ്പോൾ നമ്മുടെ എയ്ഡ്സ്, സ്പെക്ട്രം എന്ന് പറയുമ്പോൾ ഓട്ടിസം, അങ്ങനെ ഓരോ രോഗവും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പദ്ധതിയുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അമൃതം ആരോഗ്യം. അപ്പോൾ ഇങ്ങനെയുള്ള അത് കുറേ പദ്ധതികളാണ് ഈ ഒരു ഭാഗത്ത് വരാം. ജീവിതശൈലി രോഗം കണ്ടല്ലോ, രോഗങ്ങളെ സാംക്രമിക രോഗം എന്നുള്ളതല്ലാതെ ജീവിതശൈലി രോഗം വേറെ തന്നെ എടുത്തു ചോദിക്കുന്ന ഒരു സെഷനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്നൊന്നോ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ഷുവർ ആയിരിക്കും കേട്ടോ. ജീവിതശൈലി രോഗം എന്ന് പറയുമ്പോൾ എന്താ, തെറ്റായ ജീവിതശൈലി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് രോഗങ്ങളില്ലേ അല്ലേ, പ്രമേഹമുണ്ട്, അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്, ഫാറ്റി ലിവർ, ഹൃദയാഘാതം, പക്ഷാഘാതം, ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ പഠിക്കുക. അപ്പോൾ അത് എന്ത് കാരണം കൊണ്ടുണ്ടാകുന്നു, അപ്പോൾ രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആ റിലേറ്റഡ് ഫാക്റ്റാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചെടുക്കുക. ഓക്കെ, റെഡി, ക്ലിയർ അല്ലേ? അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷെ അത്യാവശ്യം ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. നമ്മുടെ ശരിയായിട്ടുള്ള ആരോഗ്യത്തിന് എന്തൊക്കെ പോഷക ഘടകങ്ങൾ വേണം, കാർബോഹൈഡ്രേറ്റ് വേണം അല്ലെ, കാർബോഹൈഡ്രേറ്റിനെ പറ്റി പഠിക്കുന്ന ഒരു ഭാഗം. അതേപോലെ പ്രോട്ടീൻ വേണം അല്ലെ, മാംസ്യം വേണം, അതുപോലെ കൊഴുപ്പ് വേണം. ഇതിൻ്റെയൊക്കെ അപര്യാപ്തത കൊണ്ട് ഇപ്പോൾ പ്രോട്ടീൻ റിലേറ്റഡ് ആയിട്ടൊക്കെ എപ്പോഴും ചോദിക്കുന്ന നമ്മളെ ക്വാഷിയോർക്കർ എന്ന് പറയുന്ന രോഗമൊക്കെ ചോദിക്കാം അല്ലേ, പ്രോട്ടീൻ്റെ അഭാവം കൊണ്ടുണ്ടാവുന്ന രോഗം ക്വാഷിയോർക്കർ. അതേപോലെ മരാസ്മസ് എന്ന് പറയുന്ന രോഗം, ഇങ്ങനെയുള്ള രോഗങ്ങൾ ചോദിക്കുക. ഇതിൻ്റെയൊക്കെ കലോറി മൂല്യം ചോദിക്കുക അല്ലെ. ഫാറ്റ്, കൊഴുപ്പ് എന്ന് പറയുമ്പോൾ 9 കിലോ കലോറി ഒക്കെ നമ്മൾ പറയാറില്ലേ അല്ലെ. പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ആണെങ്കിൽ 4 കിലോ കലോറി എന്ന് പറയില്ലേ. അങ്ങനെ കലോറി എത്രത്തോളം ഊർജം കിട്ടുന്നു, പിന്നെ ഏതൊക്കെ ആഹാരം, ഫൈബർ അടങ്ങിയ ആഹാരം അല്ലെ, നാരുകൾ അടങ്ങിയ ആഹാരത്തിൻ്റെ പ്രാധാന്യം പഠിക്കുക. പോഷകേതര ഘടകമാണ് നാരുകൾ എന്ന് പറഞ്ഞാൽ. അതേപോലെ ജലം ശരീരത്തിൽ എന്തൊക്കെയാണ് ആവശ്യം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന സംഭവമാണ് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ. ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അതേപോലെ പരിസ്ഥിതി അല്ലെ, പരിസ്ഥിതിയും പഠിക്കണം. പരിസ്ഥിതി പ്രശ്നം, പരിസ്ഥിതിയിലുള്ള കാര്യങ്ങൾ, ആവാസ വ്യവസ്ഥ എന്താണ്, ആഹാര ശൃംഖല എന്താണ്, ആഹാര ശൃംഖല ജാലം, ഇതൊക്കെ പഠിച്ചതിന് ശേഷം പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ, മലിനീകരണം ഒരു പ്രധാന പ്രശ്നമാണ്. അങ്ങനെ മലിനീകരണം എന്ന് പറയുമ്പോൾ തന്നെ ജലമലിനീകരണവും വായു മലിനീകരണവും ഒക്കെ പഠിച്ചെടുക്കുന്ന ഒരു ഭാഗമാണ് ഈ കാര്യത്തിൽ നമ്മൾ വരാം. യെസ്, അപ്പോൾ സിലബസിന് ചെറിയൊരു ഐഡിയ കേട്ടോ. ഇങ്ങനെയൊക്കെ കേട്ടത് ഇതിപ്പോൾ ജസ്റ്റ് എഴുതിയിരിക്കുന്ന നമ്മൾ പഠിക്കുന്ന ആൾക്കാർ ലാസ്റ്റ് റൗണ്ട് റിവിഷനിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പീഡിൽ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം കുറച്ച് ക്വിക്കായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രമിക്കുക. റിലേറ്റഡ് ഫാക്റ്റൊക്കെ പറ്റാവുന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. ഈ ഒരു സമയത്തിനനുസരിച്ച് വേഗം ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇത് രോഗങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുന്നത്. ഒന്നാമത്തെ എന്താ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് എക്സാമിന് ചോദിച്ച പല എക്സാമിനായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണിത്. മന്ദരോഗത്തിന്റെ രോഗകാരികളാണ് ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി എന്ന വിരകൾ. ആണോ? മന്ദരോഗം എന്ന് പറയുന്ന സമയത്ത് വിരകൾ ഉണ്ടാക്കുന്ന രോഗമാണ്. ആ ഒരു കാര്യം ശരിയാണ്. ഇനി ഈ വിരേന്റെ പേര് ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി എന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഉറപ്പുണ്ടോ? ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി എന്ന് പറയുന്ന വിരയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക എന്താണ്, ഫൈലേറിയൽ വിരകൾ അല്ലെ, ഫൈലേറിയൽ വിരകൾ എന്നാണ് കേട്ടിട്ടുണ്ടാവുക. അതിൻ്റെ തന്നെ ശാസ്ത്രീയ നാമമാണ് ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. മന്ദരോഗം പരത്തുന്നത് കൊതുക് എന്നറിയാം. അനോഫിലസ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകാണ് പരത്തുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള ഡൗട്ട് വരികയാണെങ്കിൽ ഇത് തെറ്റാണ് അല്ലെ. എന്തുകൊണ്ടാണ്? അനോഫിലസ് എന്ന് പറയുമ്പോൾ ആന എന്നാലോചിക്കുന്നു. ആന എന്നാലോചിച്ചാൽ മല അല്ലെ,
മലേൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ ആനനെ കാണാറില്ല. അപ്പോൾ ഏതാണ്? മലമ്പനിൻ്റെതാണ് അനോഫിലസ്. മന്ത് രോഗം കാലിനൊക്കെ വരുന്ന സമയത്ത് ആ കാലും കൊണ്ട് ക്യൂ നിൽക്കാനാണ് പ്രയാസം. അപ്പോൾ ഏതാണ്? കൊതുക്. ക്യൂലെക്സ് ആണ്. മന്ത് വന്ന കാലും കൊണ്ട് ക്യൂ നിൽക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് ക്യൂലെക്സ് ആണ്, അനോഫിലസ് അല്ല. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. പ്രായപൂർത്തിയായ മന്ത്വിരകൾ. ഓക്കെ, ലസികാ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ലിംഫാറ്റിക് വ്യവസ്ഥയിൽ ആണ് വസിക്കുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന ഈ വിരകൾ നമ്മുടെ ലിംഫ് വാഹികളിൽ തങ്ങിക്കിടക്കുന്നു അല്ലേ? അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ലിംഫ് വാഹി കുഴലിൽ പോയിട്ടാണ് വിരകൾ, ഈ പുഴുക്കളെ പോലത്തെ സാധനം തങ്ങി നിൽക്കുക. അങ്ങനെ അതിൽ കൂടുതൽ ലിംഫിന്റെ പ്രവാഹം തടസ്സപ്പെടുക. എന്താണ് ലിംഫ്? രക്തത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന രക്തം പോലെയുള്ള ശരീരത്തിലുള്ള മറ്റൊരു ദ്രാവകമാണ് ലിംഫ്. ആ ദ്രാവകം ഒഴുകിപ്പോകുന്ന കുഴലിൽ ബ്ലോക്ക് ആകുമ്പം ആ ഭാഗം മൊത്തത്തിൽ ഇങ്ങനെ വീർത്ത് വരും അല്ലേ, വീങ്ങി വരും. അപ്പോഴാണ് മന്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥ. നമ്മൾ കാലൊക്കെ ഇങ്ങനെ വീർത്ത് കാണുന്നില്ലേ? അപ്പം ജനിതക വൈകല്യങ്ങളാണ് മന്ത് രോഗത്തിന്റെ കാരണം. ജനിതക വൈകല്യം, പാരമ്പര്യം, ജനിതക ഘടന, ജീൻ തകരാറ്, ഇതൊക്കെ അല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം മന്ത് രോഗത്തിന്റെ കേസിലുണ്ടോ? തെറ്റാണ് അല്ലേ. ജനിതക രോഗമായിട്ടൊന്നുമല്ല നമ്മളിതിനെ കണക്കാക്കുന്നത്. സാംക്രമിക രോഗം തന്നെയാണ്. വിരകൾ ഉണ്ടാക്കുന്ന രോഗമാണ്. കൊതുക് വഴിയൊക്കെയാണ് പരത്തുന്നത്. യെസ്. അപ്പോൾ ഇവിടെ ഏതാ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എന്താ? നമ്മളോട് ശരിയായ പ്രസ്താവനയാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. ഒന്നാമത്തത് ശരിയാണ്, 2 തെറ്റ്, 3 ശരി അല്ലേ. അപ്പോൾ 1 ശരിയാണ്, 3 ശരിയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേഗം ആൻസറിലേക്ക് പോവാം. 1 ശരിയാണ്, 3 ശരിയാണ്. യെസ്, ഓപ്ഷൻ സി. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ സി. 1 ശരിയാണ്, 3 ശരിയാണ്. റെഡി, ക്ലിയർ. നോട്ട് ചെയ്യാട്ടോ. വിരകൾ ഉണ്ടാക്കുന്ന മന്ത് രോഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണക്ട് ചെയ്ത് വെച്ചേക്ക്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ എന്താ? താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗം ഏത്? അപ്പോൾ എപ്പോഴും ജന്തുരോഗം പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ സസ്യരോഗങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക. അറ്റ്ലീസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുമ്പം ഒരു 10ാം ക്ലാസ്സിൻ്റെ ഒക്കെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ച് നോക്കുക. പുതിയതിലുണ്ട്, പഴയതിലുണ്ട്. 10th ഒക്കെ SCERT ടെക്സ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ടേബിൾ അത്യാവശ്യം സസ്യരോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നെല്ലിനെ ബാധിക്കുന്ന രോഗം ഏതാ? ആൻസർ എന്താണെന്ന് അറിയാം. നെല്ലിനെ ബാധിക്കുന്ന രോഗമാണ് ഈ കൂട്ടത്തിലെ ബ്ലൈറ്റ് രോഗം. ഏതാണ്? ബ്ലൈറ്റ് എന്ന് പറയുന്ന രോഗമാണ് നെല്ലിനെ ബാധിക്കുന്ന രോഗം. ഓക്കെ, അപ്പം മറ്റുള്ള ഓപ്ഷൻസോ? കുറുനാമ്പ് രോഗം ഇതിലുണ്ടാവുന്നതെന്നറിയോ? വാഴയിലുണ്ടാവുന്നതാണ് കുറുനാമ്പ് രോഗം. കുറുനാമ്പ് എന്ന് പറയുമ്പോൾ റാ കണ്ട, റാ വരുന്ന രോഗകാരി ഇതാ. റാ വരുന്ന രോഗം ബാക്ടീരിയ, ഫംഗസ്, വിരകൾ എന്ന് പറയുമ്പോൾ റാ ഇല്ല. ആയിരിക്കും റാ ഇല്ല, വൈറസ്. ഓക്കെ, വൈറസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ കുറുനാമ്പ് രോഗം. ആന്ത്രാക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കന്നുകാലികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ആന്ത്രാക്സ്. ആന്ത്രാക്സിന് കാരണം ആയിൽ തുടങ്ങുന്ന രോഗത്തിന്റെ കാര്യം ബിയിൽ തുടങ്ങുന്ന ബാക്ടീരിയ. ഓക്കെ, കന്നുകാലികളിൽ ബാക്ടീരിയ ആണ് രോഗകാരി. ആന്ത്രാക്സ്, വീക്കം എന്നൊക്കെ പറഞ്ഞാൽ, വീക്കം എന്ന് പറഞ്ഞാൽ വേറെ രോഗമില്ലേ, അതൊക്കെ കന്നുകാലികൾക്കാണ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ്. ദ്രുതവാട്ടം അല്ലെ, ദ്രുതവാട്ടം എവിടെ ഉണ്ടാവുന്നതെന്നറിയോ? കുരുമുളകിൽ ഉണ്ടാവുന്നതാണ് ദ്രുതവാട്ടം. അപ്പൊ അതിന് കാരണം ദ്രുതം, പെട്ടെന്ന് അങ്ങ് വാടിപ്പോവാന്ന് ആലോചിച്ചാൽ മതി. പേര് പോലെ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ദ്രുതവാട്ടം അല്ലെ. അപ്പൊ ദ്രുതം, പെട്ടെന്ന് എന്നുള്ളതിന് ഫാസ്റ്റ് എന്ന് ആലോചിക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ഫോർ ഫംഗസ്. ഓക്കെ, ഏതാണ്? ഫംഗസ് ആണ് രോഗകാരിയായിട്ട്. അങ്ങനെ കുറച്ച് രോഗങ്ങൾ കൊടുക്കുന്നുണ്ട്. കന്നുകാലികൾ ഉണ്ടാകുന്ന രോഗത്തിന്റെ കൂടെയൊക്കെ ആയിട്ട്, അതുപോലെ കോഴി വസന്ത രോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കൊടുത്തതാണ്. വൈറസ് രോഗമൊക്കെയാണ്. അങ്ങനെയുള്ള ടേബിളും കൂടെ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, സസ്യരോഗവും മറ്റു ജീവികളുടെ രോഗവും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? മലേറിയ എന്ന് പറയുന്നതിന്റെ തന്നെ പേരാണ് മലമ്പനി അല്ലെ. മലേറിയ തന്നെയാണ് മലമ്പനി. അത് അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യണം കേട്ടോ. മലേറിയക്ക് തന്നെയാണ് നമ്മൾ എന്ത് പറയാ? മലമ്പനി എന്ന് പറയാ. ഇത് ഉണ്ടാക്കുന്ന രോഗാണു ഏതാ? മല ആന എന്ന് പറഞ്ഞെന്തിനാ? അനോഫിലസ് പെൺകൊതുക്. അത് പരത്തുന്ന ആളാണ്, വാഹകരാണ്, വെക്ടറാണ്, രോഗകാരിയല്ല. രോഗകാരി ഏതാണ്? പ്ലാസ്മോഡിയം ആണ്. ഓക്കെ, എന്താണ്? പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാ? ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, വൈറസ് ആണോ എന്ന് ചോദിച്ചാൽ ഇവരാരുമല്ല. പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോസോവ വിഭാഗത്തിൽ വരുന്നവരാണ്. ഓക്കെ, പ്രോട്ടോസോവ രോഗമാണ് മലേറിയ അല്ലെങ്കിൽ മലമ്പനി. അപ്പം ആ ഏത് പ്രോട്ടോസോവ? പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ് രോഗകാരി. പ്ലാസ്മോഡിയം വിവാക്സ് എന്ന് പറയുന്നത്, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്ന് പറയുന്നത്, അങ്ങനെ ഒരുപാട് വിഭാഗമുണ്ട്. അതിൽ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ഉണ്ടാക്കുന്ന മലേറിയനെയാണ് മാരകമായ മലേറിയ എന്നൊക്കെ നമ്മൾ പറയാം കേട്ടോ. പ്ലാസ്മോഡിയത്തിന്റെ തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. പ്ലാസ്മോഡിയം വൈവാക്സ് അല്ലെങ്കിൽ വിവാക്സ് എന്നൊക്കെ പറയാം കേട്ടോ. വൈവാക്സ് എന്ന് പറയുന്നതുണ്ട്. അതേപോലെ പ്ലാസ്മോഡിയത്തിന്റെ ഫാൽസിപ്പാരം. ഓക്കെ, അതേപോലെ പ്ലാസ്മോഡിയം മലേറിയ എന്ന് പറയുന്നത്. ഇതിൽ ഇതാണ് മാരകമായത്. മാരകം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നക്കാരനായ മലേറിയ ഉണ്ടാക്കുന്ന ആളാണ് പ്ലാസ്മോഡിയത്തിന്റെ ഫാൽസിപ്പാരം. യെസ്, ക്ലിയർ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ ഒരെണ്ണം തെറ്റാണ്. ഹെപ്പറ്റൈറ്റിസ് ഒരു കരൾ സംബന്ധ രോഗമാണ്. ഇത് വേറെ തന്നെ ക്വസ്റ്റ്യൻ ആയി ചോദിച്ചതാണ്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം ഏത്? ആൻസർ കരളാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരി. ഫൈലേറിയൽ വിരകളാണ് രോഗകാരി. ഫൈലേറിയൽ വിരൻ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ? മന്ത് രോഗം എന്നല്ലേ പറഞ്ഞത്? ഇവിടെ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ശരിയാണോ?
അല്ല. അപ്പൊ ഫൈലേറിയൽ വിരകളാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇവിടുത്തെ തെറ്റായ പ്രസ്താവന. മലിനജലത്തിലൂടെ വ്യാപിക്കുന്നു ഹെപ്പറ്റൈറ്റിസ്, ശരിയാണ്. വന്നു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് വന്നാലുള്ള ലക്ഷണം പോലെയാണ് നമ്മളെ മഞ്ഞപ്പിത്തം അല്ലെ, ബിലിറുബിന്റെ അളവ് കൂടുകയാണ്. പിത്തരസത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നു കരളിനെ ബാധിക്കുമ്പം. അങ്ങനെ പിത്തരസത്തിലെ വർണ്ണവസ്തുവായ ബിലിറുബിന്റെ അളവ് രക്തത്തിലൊക്കെ കൂടി ശരീരഭാഗങ്ങളിൽ മഞ്ഞ നിറത്തിലേക്ക് മാറുന്ന മഞ്ഞപ്പിത്തത്തിലേക്ക് മാറും അല്ലെ. അപ്പൊ ഇതും ശരിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. ഫൈലേറിയൽ വിരകൾ മന്താണ് ഉണ്ടാക്കുന്നത്, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗം അല്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ കണക്റ്റഡ് ആയിട്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഹെപ്പറ്റൈറ്റിസിനെ തന്നെ നമ്മൾ 2-3 ടൈപ്പ് ആക്കിയിട്ട് പഠിക്കും അല്ലെ. ഹെപ്പറ്റൈറ്റിസിന്റെ 2 ടൈപ്പാണ്. ഹെപ്പറ്റൈറ്റിസിന്റെ എ ഉണ്ട്, അതുപോലെ ബി ഉണ്ട്, സി, ഡി, ഇ, ഇങ്ങനെ ഓരോ വിഭാഗമുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട് അല്ലെ. അപ്പൊ ഈ കൂട്ടത്തില് ചിലത് ജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസുകളുണ്ട്. മലിന ജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാന്ന് വെച്ചാൽ, ജലം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വാട്ടർ എന്ന് എഴുതി നോക്കിയാൽ മതി. വാട്ടറിൽ എ ഉണ്ട്, ഇ ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് എയും ഇയും? ഹെപ്പറ്റൈറ്റിസിന്റെ എയും ഇയും ആണ് ജലത്തിലൂടെ പകരുന്നത്. അപ്പൊ സിമ്പിൾ അല്ലേ, അങ്ങനെ കണക്ട് ചെയ്യാല്ലേ. ഇനി രക്തഘടകങ്ങളിലൂടെ പകരുന്ന, അപ്പം നമ്മൾ എയ്ഡ്സ് ഒക്കെ പകരുന്ന മാർഗങ്ങളിൽ കൂടെ രക്തം മിക്സ് ആവുമ്പം അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാത്ത സിറിഞ്ചൊക്കെ ഉപയോഗിക്കുമ്പം അപ്പൊ അങ്ങനെയുള്ള ഇതിൽ പകരുന്ന ഹെപ്പറ്റൈറ്റിസുകളുണ്ട്. അതാണ് ഏതൊക്കെ? ബിയും സിയും ഡിയും ഒക്കെ ആ ടൈപ്പാണ് കേട്ടോ. അതിൽ ബിക്കൊക്കെ എന്താണ് വാക്സിനേഷനൊക്കെ നമ്മൾ കൊടുക്കുന്ന, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷനൊക്കെ കൊടുക്കൂലേ. അപ്പൊ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഏത് ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും നമ്മളെ കരളിനെയാണ് ബാധിക്കുക. അപ്പൊ ഇത് ജലത്തിലൂടെ നമ്മൾ സാധാരണ കേൾക്കുന്നത് എയും ബിയും ആണ്. അല്ലാത്ത രക്തഘടകങ്ങളിൽ കൂടെ എന്ന് പറയുമ്പോൾ ബിയും സിയും ഡിയും ഒക്കെ. അപ്പൊ വാക്സിനേഷനൊക്കെ വരുമ്പോൾ അധികവും നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിന്റെ വാക്സിനേഷനെ പറ്റിയൊക്കെ കേൾക്കും. കാരണം രക്തഘടകത്തിൽ കൂടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പ്രശ്നമാണ് അല്ലേ. യെസ്, അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചേ? ജലജന്യ രോഗം സെലക്ട് ചെയ്യാനാണ്. ജലജന്യം എന്ന് പറഞ്ഞാൽ ജലത്തിലൂടെ പകരുന്ന രോഗം. ഓപ്ഷൻ നോക്കിയേ. ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, എ സെലക്ട് ചെയ്യാൻ പറ്റുമോ? യെസ്, എ ജലത്തിൽ കൂടെയാണ്, എ സെലക്ട് ചെയ്യാം. ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്, ബി ജലത്തിൽ കൂടെയാണോ? അല്ല അല്ലെ. ഹെപ്പറ്റൈറ്റിസിന്റെ ഇ ഉണ്ട്, ഇ ജലത്തിൽ കൂടെയാണോ? അതെ, യെസ്. അടുത്ത എന്താ? ലെപ്റ്റോസ്പൈറോസിസ്. ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറഞ്ഞാൽ എലിപ്പനീന്റെ പേരാണ്. എലിപ്പനിക്കാണ് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയാ. അപ്പം എലിപ്പനി പകരുന്ന ജലത്തിൽ കൂടെ തന്നെയാണ് കേട്ടോ. പണ്ട് ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഓർമ്മയില്ലേ, ക്ലീനിങ് ഒക്കെ ഇറങ്ങുന്ന ആൾക്കാർ എലിപ്പനിക്കുള്ള ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട്, കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടെങ്കിൽ അതിൽ കൂടെ എലിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരികൾ ഉള്ളിലേക്ക് കയറും. രോഗകാരി എന്ന് വെച്ചാൽ ബാക്ടീരിയ ആണ് രോഗകാരി. ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് രോഗകാരി. ഓക്കെ, അപ്പൊ ഈ കൂട്ടത്തിൽ 1 ശരി, 2 ശരി, അതേപോലെ 4 ശരി അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഒന്നാമത്തെ ശരിയാണ്. ഇത് 3 കേട്ടോ, ഓപ്ഷൻ 3 ആണ്. ഇത് 3ാമത്തെ ഓപ്ഷനാണ്. 1, 3, 4. യെസ്, ഏതാ വരിക? ഓപ്ഷൻ ഡി അല്ലെ. ഓപ്ഷൻ ഡി 1, 3, 4. റെഡി അല്ലേ? ക്ലിയർ. ഇനി അടുത്ത വളരെ സിമ്പിളായ ക്വസ്റ്റൻ ആണ്. രോഗങ്ങളെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഇടയ്ക്ക് ചോദിക്കാൻ. ഇതൊക്കെ ചോദിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ. നിപ്പ രോഗത്തിന് കാരണമായ ജീവി ആരാ? അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിർത്തിപ്പോയിക്കോളാം. ഓക്കെ, നിപ്പ രോഗത്തിന് കാരണമായ ജീവി ഏതാ? നിപ്പേനെ പറ്റി നമ്മൾ അത്രയും കേട്ടതാണ്, നമ്മൾ അറിഞ്ഞതാണ്, എക്സ്പീരിയൻസ് ചെയ്തതാണ് അല്ലെ. അപ്പൊ നിപ്പ എന്ന് പറയുന്ന സമയത്ത് ഏതാ? വൈറസ്, നിപ്പ വൈറസ് അല്ലെ. നിപ്പ വൈറസ് എന്ന് പറയുന്ന വൈറസ് ആണ് നിപ്പ രോഗത്തിന് കാരണം എന്നുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ ഇനി തൊട്ടെങ്കിലും അത് പഠിച്ചു വെച്ചേക്കാം. മാറിപ്പോവരുത്. എക്സാം ഹാളെന്ന് ഫംഗസ് എന്നോ ബാക്ടീരിയ എന്നോ എഴുതി വെക്കരുത് കേട്ടോ. കാരണം നിപ്പ എന്ന് പറയുമ്പോൾ ഓർമ്മയിലെ പഴംതീനി വവ്വാലിനെയൊക്കെ പറഞ്ഞത് ഓർമ്മയിലെ? പഴംതീനി വവ്വാലായിരിക്കും ചിലപ്പോൾ മനസ്സിലേക്ക് വരിക. വവ്വാൽ എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താ? വാഹകര കൂട്ടത്തിലാണ് വരിക കേട്ടോ. വാഹകരാണ്. വവ്വാലാണെങ്കിൽ അതേപോലെ പന്നികളിൽ കൂടെയൊക്കെ ഇങ്ങനെ പകരും. മനുഷ്യന് കിട്ടുന്ന രോഗമൊക്കെയാണ് കേട്ടോ. മനുഷ്യന് കിട്ടുന്ന രോഗങ്ങളാണ്. അപ്പോൾ പന്നി, വവ്വാൽ എന്നൊക്കെ പറയുമ്പം വവ്വാൽ പക്ഷിയല്ലല്ലോ, പറക്കുന്ന ഒരു സസ്തനിയാണ്. അപ്പം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണെങ്കിൽ അല്ലെ, മനുഷ്യരിലേക്ക് പകരുന്ന രോഗം എന്ന് പറയാം. പകരുന്ന രോഗം ഇപ്പം മങ്കി പോക്സ് ഇല്ലേ അല്ലേ. അപ്പോൾ ആ കുരങ്ങുപനി ഒക്കെ ആണെങ്കിലും മൃഗങ്ങളിൽ കൂടെ മനുഷ്യന് കിട്ടും. അതേപോലെ റാബിസ് എന്നൊക്കെ പറയുന്ന സമയത്ത് ആ വൈറസ് ഈ ഡോഗൊക്കെ ആണെങ്കിൽ അത് കടിക്കുന്ന സമയത്തൊക്കെ കിട്ടും. മൃഗങ്ങളിൽ കൂടെ മനുഷ്യന് കിട്ടുന്ന രോഗങ്ങൾക്കൊരു പേരുണ്ട് കേട്ടോ. അത് ചോദിക്കുന്നതാണ്. ജന്തുജന്യ രോഗം എന്ന് വേണമെങ്കിൽ പറയാം. ജന്തുജന്യ രോഗം എന്ന് പറയാം. പക്ഷെ അതിന് ഇംഗ്ലീഷ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇംഗ്ലീഷ് ചോദിക്കും. സൂനോട്ടിക് എന്താ പറയാ? സൂനോട്ടിക് എന്നാണ് പറയുക. സൂനോ എന്നും പറയാം, സൂനോ എന്നും പറയാം. സൂനോട്ടിക് രോഗം എന്നാണ് പറയുക. അപ്പൊ ഇത് നിപ്പ വൈറസ് ഒരു സൂനോട്ടിക് വൈറസ് ആണ് എന്നാ പറയുക. സൂനോട്ടിക് വൈറസ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് ആണ്. നിപ്പേൻ്റെതാണ് ഇങ്ങനെയുള്ള രോഗത്തിന്റെ വൈറസാണ്. വൈറസ് ഏതാണ്? രോഗകാരി അത്. ഓക്കെ, യെസ്. അപ്പൊ സൂനോട്ടിക് എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നു. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ. വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണ പാനീയങ്ങളിലൂടെയോ ഒന്നും പകരാത്ത രോഗം ഏതാണ്?
നിപ്പ, ഡെങ്കിപ്പനി, എയ്ഡ്സ്, ചിക്കൻ ഗുനിയ എന്നൊക്കെയാണ് കൊടുത്തത്. അതിൽ വായു ആവരുത്, സ്പർശനം ആവരുത്, പ്രാണി ആവരുത്. പ്രാണി എന്ന് പറയുമ്പോൾ അതിൽ കൊതുകൊന്നും പെടാൻ പാടില്ല, ഭക്ഷണപാനീയം ആവരുത്. അപ്പൊ ഡെങ്കി, ചിക്കൻ ഗുനിയ എന്ന് പറയുമ്പോൾ കൊതുക് വരൂലേ, അതെടുക്കാൻ പറ്റൂലോ. നിപ്പ എന്ന് പറയുന്ന സമയത്താണെങ്കിലും നോക്കിയേ, നിപ്പ ഇങ്ങനെ പകരുന്നതുമാണ്. വന്നു കഴിഞ്ഞാൽ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരും അല്ലെ. ഒരു മനുഷ്യന് കിട്ടിയാൽ മറ്റൊരു മനുഷ്യനിലേക്ക് പകരാം. എങ്ങനെയാണ്? സമ്പർക്കത്തിൽ കൂടെ അല്ലെങ്കിൽ വായുവിലൂടെ പകരുന്ന രോഗം കൂടിയാണ്. അപ്പം നിപ്പയും വരൂല. പിന്നെ ഏതാണ് ആൻസർ വരിക? എയ്ഡ്സ് ആണ്. എയ്ഡ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നോർമൽ ഇങ്ങനെയുള്ള കോൺടാക്റ്റ് അല്ലാതെ ലൈംഗിക ബന്ധത്തിൽ കൂടെ പകരുക, സ്റ്റെറിലൈസ് ചെയ്യാത്ത സിറിഞ്ചൊക്കെ ഉപയോഗിക്കും അങ്ങനെ പകരുക, രക്തം ദാനം ചെയ്യുമ്പോൾ അങ്ങനെ പകരുക, ഈ ഒരു മാർഗ്ഗങ്ങളാണ് അല്ലേ. അപ്പം അതാണ് ആൻസർ, എയ്ഡ്സ് ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. പഴയ ടെക്സ്റ്റ് ബുക്ക് തന്നെയുള്ള ഒരു ടേബിളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. വായുവിലൂടെ പകരുന്ന രോഗത്തിനെ പറ്റിയൊക്കെയുള്ള കുറച്ചധികം, ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ് അല്ലെ, ക്ഷയം ഉണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് രോഗങ്ങൾ പറയാം. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമ്മളെ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് രോഗങ്ങളാ, ഇപ്പം അല്ലെ ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗം ഒക്കെയാണ്. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗം ഒക്കെ ആണെങ്കിൽ എങ്ങനെയാ, ഇതുപോലെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. വെള്ളം, ആഹാരം എപ്പോഴും ചോദിക്കുന്നതാണ്. എലിപ്പനി കണ്ടില്ലേ, ടൈഫോയിഡ് ചോദിക്കാറുണ്ട്, കോളറ, മഞ്ഞപ്പിത്തം, അതൊക്കെ വെള്ളം ആഹാരത്തിൽ കൂടിയാണ്. മലിനമായ വെള്ളവും ആഹാരമാണ്. ഈച്ച മുഖേന, അധികവും ഈ വെള്ളം ആഹാരം എന്ന് പറയുമ്പോൾ അതിൽ വന്നിരുന്ന ഈച്ചയ്ക്ക് അത് പരത്താലോ. അപ്പൊ അതുകൊണ്ടാണ് കോളറ എന്ന് പറയുമ്പോൾ അവിടെയും കോളറേനെ എവിടെയൊക്കെ കാണാൻ പറ്റും. പിന്നെ എന്താ, വയറിളക്കം രോഗം അല്ലെ, ഒക്കെ ഈച്ച മുഖേന പകരുന്ന രോഗമാണ്. കൊതുക് മുഖേന എന്ന് പറയുമ്പോൾ മന്തുണ്ട്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ അല്ലെ. അപ്പോൾ മലമ്പനി തന്നെയാണ് മലേറിയ എന്ന് പറയുന്ന രോഗം. പിന്നെ സിക്ക വൈറസ് ഉണ്ട്, ജപ്പാൻ ജ്വരം ഉണ്ട്. അങ്ങനെ കുറെ എണ്ണം എന്താണ് കൊതുക് മുഖേന പകരുന്ന രോഗങ്ങൾ ആണ്. ഓക്കെ, സിക്ക ഒക്കെ നോട്ട് ചെയ്യട്ടോ. സിക്ക എന്ന് പറയുന്ന രോഗമുണ്ട്. അതേപോലെ മഞ്ഞപ്പനി അല്ലെ, മഞ്ഞപ്പനി എന്ന് പറഞ്ഞാൽ കൊതുക് പരത്തുന്ന രോഗമാണ്. അതേപോലെ ജപ്പാൻ ജ്വരം എന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ കൊതുക് പരത്തുന്ന രോഗങ്ങളാണ്. ഒരേ കൊതുകല്ല, കൊതുകിന്റെ കാറ്റഗറി ഇങ്ങനെ മാറും അല്ലെ. ഇനി സമ്പർക്കം, കോണ്ടാക്ട് ആണെങ്കിൽ കോണ്ടാക്റ്റിൽ കൂടെ പകരുന്നതാണ് ചെങ്കണ്ണ്, കൺജങ്ക്ടിവിറ്റിസ് എന്ന് പറയുന്ന നേത്രാവരണത്തിന്, കൺജങ്ക്ടൈവയ്ക്ക് ഉണ്ടാവുന്ന അണുബാധ. അപ്പോൾ നമ്മൾ പരസ്പരം സമ്പർക്കമൊക്കെ വരുന്ന സമയത്ത് അത് പകരും. അപ്പോൾ സമ്പർക്കത്തിൽ കൂടെ, കുഷ്ഠരോഗമാണെങ്കിലൊക്കെ സമ്പർക്കത്തിൽ കൂടെയൊക്കെ പകരുന്ന രോഗമാണ്. റെഡി, ക്ലിയർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം. അപ്പം കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം ചോദിച്ചാൽ അനീമിയ, മലേറിയ, ഗൊണേറിയ, ഡയറിയ. ഇങ്ങനെ കൊടുത്തേ. ഭയങ്കര പ്രാസം ഒപ്പിച്ച ഓപ്ഷനാണ് അല്ലേ. അനീമിയ എന്താണ്? അനീമിയ ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇരുമ്പിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന വിളർച്ച, അതാണ് അനീമിയ അല്ലെ. മലേറിയ ഇപ്പം എങ്ങനെയാണ്? കൊതുക് മുഖേനയാണ് നമ്മൾ പഠിച്ചില്ലേ അല്ലെ. ഗൊണേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ബന്ധത്തിലൂടെയൊക്കെ പകരുന്ന രോഗമാണ് കേട്ടോ. ലൈംഗിക ബന്ധത്തിൽ കൂടെ പകരുന്ന രോഗമാണ്. ഇവിടെ ഇപ്പോൾ ഏതാ, നമ്മൾ വയറിളക്കം എന്ന് പറയുന്ന അർത്ഥം വരുന്ന രോഗം തന്നെയാണ് ഡയേറിയ. അതാണ് ആൻസർ. ഓക്കെ, ഡയേറിയ. യെസ്, റെഡി, ക്ലിയർ അല്ലേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ഇതൊക്കെ പുതിയ ബുക്കിൽ അപ്ഡേറ്റഡ് ഫാക്റ്റും കൂടിയാണ്. മനുഷ്യ ശരീരത്തിൽ വസിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന ഈ സൂക്ഷ്മ രോഗാണുക്കളെ കുറിച്ചുള്ള അറിവ് വികസിപ്പിക്കുന്നതിനായി 2007 NIH ആരംഭിച്ച പദ്ധതി ഏതാണ് പദ്ധതി? ഈ ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം വായിച്ചാൽ ആൻസർ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. മനുഷ്യ ശരീരത്തിൽ വസിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന സൂക്ഷ്മ രോഗാണുക്കൾ. മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഹ്യൂമൺ ഉണ്ടാവും അല്ലെ. നോക്കുമ്പോൾ എവിടെയും ഹ്യൂമൺ ഉണ്ട്, ഇവിടെയും ഹ്യൂമൺ ഉണ്ട്. അപ്പോൾ 2 ഓപ്ഷൻ കിട്ടിയില്ലേ. ഇവരെ 2 ആളെ നമുക്ക് ഇവിടെ തന്നെ ഒഴിവാക്കാം. ദെൻ രോഗാണുക്കൾ, സൂക്ഷ്മജീവി എന്ന് പറയുന്ന അർത്ഥം വരുന്ന വാക്ക് ഇവിടെ കാണുന്നുണ്ടോ? മൈക്രോ അല്ലെ. മൈക്രോബയോം പ്രോജക്റ്റ് എന്ന് പറയുന്നതാണ് ആൻസർ. ഏതാണ്? മൈക്രോബയോം പ്രോജക്റ്റ്. മനുഷ്യന്റെ ശരീരത്തിൽ ജീവിക്കുന്ന സൂക്ഷ്മ രോഗാണുക്കൾ ഏതൊക്കെയാണ്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള പഠിക്കുന്നത്. കാരണം അധികം ആൾക്കാർ നമുക്ക് ഉപകാരം ചെയ്യുന്നവരുണ്ട്, ഉപദ്രവം ചെയ്യുന്നവരുണ്ട് അല്ലെ. അപ്പം എല്ലാവരെയും കുറിച്ച് പഠിക്കുന്നതാണ് ഹ്യൂമൻ മൈക്രോബയോം പദ്ധതി എന്ന് പറയുന്നത്. HMP എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം ഇട്ട് നോട്ട് ചെയ്യുക. ദെൻ ഹ്യൂമൻ മൈക്രോബയോം പദ്ധതി എന്നത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മനുഷ്യന്റെ ആരോഗ്യം, രോഗം എന്നിവയുമായി ബന്ധപ്പെട്ട സൂക്ഷ്മ സമൂഹങ്ങളെ പറ്റി പഠിക്കാൻ 2007 US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആണ്, NIH. ഓക്കെ, ആരംഭിച്ച ഗവേഷണ സംരംഭമാണ് ഇത്. പിന്നെ മനുഷ്യ ശരീരത്തിനകത്തും പുറത്തും വസിക്കുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ ഉൾപ്പെടുന്നതാണ് ഹ്യൂമൻ മൈക്രോബയോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ആരോഗ്യം നിലനിർത്തുന്നതിനും ദഹനം, പ്രതിരോധശേഷി, മാനസികാവസ്ഥ എന്നിവ സ്വാധീനിക്കുന്നതിനും ഇവ നിർണായക പങ്ക് വഹിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ, റെഡി അല്ലേ, ക്ലിയർ. യെസ്. അപ്പോൾ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ഇതാ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗമാണ് ഇത്. അപ്പോൾ ജലത്തിൽ കൂടെ പകരുന്നതാണ്, മലിനമായ ജലത്തിൽ കൂടിയാണ് കോളറ ഒക്കെ പകരുക അല്ലെ. അപ്പൊ നോക്കിയേ, ഈച്ച മുഖേനയാണെങ്കിലും കോളറ പകരാം കേട്ടോ. അപ്പൊ അതിനുള്ള എക്സാമ്പിൾ ഏതാന്ന് ചോദിച്ചു. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു ഏതാണ്? ഏത് രോഗാണു ആണ് പരത്തുന്നത്? വിബ്രിയോ, സാൽമോണല്ല, വാരിയോള, അമീബ.
അപ്പോൾ ആ രോഗകാരിൻ്റെ പേര് നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും വിബ്രിയോ കോളറെ അല്ലെ, എന്താണ് വിബ്രിയോ കോളറെ എന്നാണ് പറയുക. അപ്പോൾ താഴെ കൊടുത്തത് മറ്റുള്ള ജലജന്യ രോഗത്തിൻ്റെ പേരുകളാണ് കൊടുത്തത്. ഏതൊക്കെയാ പേര്? ഹെപ്പറ്റൈറ്റിസ്, നമ്മൾ നേരത്തെ കേട്ടില്ലേ, ഹെപ്പറ്റൈറ്റിസ് എന്നുള്ളതിനെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് മഞ്ഞപ്പിത്തം എന്നും കണക്ട് ചെയ്ത് വെക്കാം. ശരിക്കും ഹെപ്പറ്റൈറ്റിസിൻ്റെ കറക്റ്റ് മലയാളം ട്രാൻസ്ലേഷൻ അല്ല. മഞ്ഞപ്പിത്തത്തിന് നമ്മൾ ജോണ്ടിസ് എന്ന് പറയാറുണ്ട്. ജോണ്ടിസ് ആണ് മഞ്ഞപ്പിത്തം അല്ലെ. ഹെപ്പറ്റൈറ്റിസ് വരുമ്പോൾ മഞ്ഞപ്പിത്തമായിട്ട് മാറും അല്ലെ. കോളറ ഉണ്ട്, ടൈഫോയിഡ് ഉണ്ട്, പോളിയോ, എലിപ്പനി, വയറിളക്കം, ഇതൊക്കെ ജലത്തിൽ കൂടെ പകരുന്ന രോഗങ്ങളാണ്. ഇത് പഠിച്ചു വെക്കാനാണ് നമ്മൾ എന്തിനാ ആലോചിച്ച് വെക്കുക. എപ്പോഴും കോളറിൻ്റെ മുകളിൽ ടൈയൊക്കെ കെട്ടി പൊളി ലുക്കിലൊക്കെ നടക്കുന്ന എലിക്ക് വയറിളക്കമാണ് എന്ന് ആലോചിച്ച് വെക്കുന്നത് അല്ലേ. എപ്പോഴും എന്ന് വെച്ചാൽ എപ്പോഴും എന്ന് പറയുമ്പോൾ എപ്പോഴും കോളർ ആയിരിക്കണം, കോളറിൻ്റെ മുകളിൽ ടൈ കെട്ടി പൊളി ലുക്കിൽ നടക്കുന്ന എലിക്ക് വയറിളക്കം, ഇങ്ങനെ പഠിച്ചു വെക്കുക. അപ്പം പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇനി വയറിളക്കം ഇത് ജലജന്യാണോ ഇനി വായുവിലൂടെ പകരുന്നതാണോ എന്നുള്ള ഡൗട്ട് വേണ്ട. വയറിളക്കം വന്നാൽ ജലം എന്തായാലും വേണ്ടേ അല്ലേ. ജലം ഇല്ലാതെ വയറിളക്കി കഴിഞ്ഞാൽ ഒന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ അതവിടെ സെറ്റായിരിക്കും. റെഡി ക്ലിയർ. അപ്പം അത് ജലത്തിലൂടെ പകരുന്ന രോഗം. അങ്ങനെയാണെങ്കിൽ വായുവിലൂടെ പകരുന്ന രോഗത്തിന്റെ കുറച്ച് ലിസ്റ്റ് ഇവിടെ പറയുകയാണെ. സ്ഥിരം ചോദിക്കുന്നത് ഏതൊക്കെയാ? ന്യൂമോണിയ, ചിക്കൻ പോക്സ്, ജലദോഷം, വായുവിലൂടെ പകരുന്ന കേട്ടോ. വായുവിലൂടെ ചിലപ്പോൾ സമ്പർക്കത്തിൽ കൂടെ ആയിരിക്കാം. മുണ്ടിനീരുണ്ട്. ഓക്കെ, മംസ് എന്ന് പറയുന്ന രോഗം അല്ലേ. മംസാണ് മുണ്ടിനീര്, മംസാണ് മുണ്ടിനീര്. ആന്ത്രാക്സ് ഉണ്ട്, ഇൻഫ്ലുവൻസ, വില്ലൻ ചുമ. ഓക്കെ, വില്ലൻ ചുമ എന്ന് പറയുമ്പോൾ പെർട്ടൂസസ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്യണേ. ചിലപ്പോൾ എങ്ങനെ ചോദിക്കും, പെർട്ടൂസസ് ആണ്. സാസ് രോഗമുണ്ട്, 5-ാം പനി, ഡിഫ്തീരിയ, ക്ഷയം, ഇനി വേണമെങ്കിൽ കോവിഡും ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇവിടെ എന്താണ് അതിനൊരു കോഡ് പോലെ ന്യൂ മോർണിംഗിൽ അല്ലെ. ന്യൂമോണിയ പറയുമ്പോൾ ഒരു ന്യൂ മോർണിംഗിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു ബോക്സിൽ ചിക്കനും നല്ല വെള്ളം ജലവും ഒക്കെ കുടിച്ച് മുണ്ടൊക്കെ ഉടുത്ത് ആന്ധ്രയ്ക്ക് ഇൻഫ്ലുവൻസറായിട്ട് പോകുന്ന ഒരു വില്ലൻ സാറിന് 5 ദിവസം നീണ്ട ഡിഫൻഡിൽ ക്ഷയിച്ചു പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പഠിച്ചു വെക്കാറുണ്ട് കേട്ടോ. വെറുതെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ പറയുന്നതാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ കിട്ടാനുള്ളതാണ്. ഓക്കെ, ന്യൂ മോർണിംഗിൽ ഒരു ബോക്സിൽ ചിക്കനും കുറേ ദോഷമില്ലാത്ത നല്ല വെള്ളം എന്ന് വെച്ചാൽ നല്ല മിനറൽ വാട്ടർ അതൊക്കെ കുടിച്ച് മുണ്ടൊക്കെ എടുത്ത് ആന്ധ്രയ്ക്ക് പോവാണ്. ആരാണ്? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് പോവായിരുന്നു. വില്ലൻ സാറാണ്. അപ്പം എന്ത് ചെയ്യാണ്? 5 ദിവസം നീണ്ട് അവിടെ ഉള്ള ആന്ധ്രയിൽ വെച്ചിട്ട് അടി നടക്കുകയാണ്. ഡിഫെൻഡ് നടക്കുമ്പോൾ അതിൽ വില്ലൻ ക്ഷയിച്ചു പോയി. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. റെഡി? ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാനിട്ടതാണ് ഇങ്ങനെ ഓടിപ്പോന്നെ. 2021 മലേറിയ തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ ഏതാണ്? ഏതാ? ഹാവിഷർ, സൈക്കോഡി, മോസ്ക്യൂറിക്സ്, പ്രിവനാർ എന്ന് കൊടുത്തിട്ടുണ്ട്. സൈക്കോഡി എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ അത് കിട്ടുന്നുണ്ടോ അതോ വേറെ ഏതാണ്? ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാ? മോസ്ക്യൂറിക്സ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. മോസ്ക്യൂറിക്സ് ആണ് മലേറിയയുമായിട്ട് ബന്ധപ്പെട്ട വാക്സിൻ്റെ പേരാണ്. വാക്സിനേഷനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ 5th ഈ ഒരു ക്വസ്റ്റ്യൻ 5th എന്നാലും 5th ന്യൂ SCERT ഒന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ രോഗങ്ങൾ ഭാഗത്ത് നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയൊരു വാക്സിനേഷൻ ചാർട്ട് കിട്ടും. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് പഠിച്ചെടുക്കണം കേട്ടോ. ബേസായിട്ട് അതിലുള്ളതെങ്കിലും ഒന്ന് പഠിക്കണേ. യെസ്. ഇനി അടുത്ത മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? മലമ്പനി എന്ന് പറഞ്ഞാൽ പനിയാണ് അല്ലേ, പനിയാണ്, വിറയലോട് കൂടിയ ഇടവിട്ടുള്ള പനിയാണ്. അപ്പോൾ അതിന് കാരണം എന്താ? മലമ്പനിക്ക് കാരണമായ പ്ലാസ്മോഡിയം ആദ്യം ബാധിക്കുന്നത് നമ്മളെ കരളിനെയാണ് അല്ലേ. പിന്നെ രണ്ടാമത് ബാധിക്കുന്നത് നമ്മൾ RBCനെയാണ്, അരുണരക്താണുയാണ്. അപ്പോൾ ഇതിനെ നശിപ്പിക്കുന്ന സമയത്ത് ഇവിടെ ഒരു വിഷവസ്തുവിനെ ഉണ്ടാക്കും. ആ വിഷവസ്തുവിൻ്റെ പേരാണ് ഇതിൻ്റെ ആൻസർ. എന്താണ്? ഹീമോസോയിൻ എന്ന് പറയുന്നതാണ് ആൻസർ. ഒരു പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചവർ സോയിൽ എന്നാണ് ഇട്ടത്. ശരിക്കും സോയിൻ എന്നാണ് പറയുക കേട്ടോ. ഹീമോസോയിൻ എന്നു പേരുള്ള വിഷവസ്തു ഉണ്ടാകും എപ്പോഴാണ്? അരുണരക്താണുക്കൾ നശിക്കുമ്പോൾ. കരളിനെയാണ് ഫസ്റ്റ് ബാധിക്കുക, കരളിനെയാണ്. സെക്കൻഡാണ് അരുണരക്താണുക്കളിലേക്ക് വരിക. രക്തത്തിൽ വന്നിട്ട് കരളിൽ പോയിട്ട് അതിനെ നശിപ്പിച്ച് അതിനുശേഷം RBCനെ നശിപ്പിക്കാൻ തുടങ്ങും. ആ സമയത്ത് ഉണ്ടാവുന്ന വിഷവസ്തുവാണ് ഹീമോസോയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അപ്പോഴാണ് നമുക്ക് പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ആൾക്കാർക്ക് പനി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ RBCനെ ഇങ്ങനെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് എന്തുണ്ടാവും? അനീമിയയും കൂടെ വരും. യെസ്. ഇനി അടുത്തത് അമീബിക് മസ്തിഷ്ക ജ്വരം. കേട്ടതല്ലേ? അമീബിക് മെനിഞ്ചോ എൻസെഫാലൈറ്റിസ് എന്നാണ് അതിന് ഇംഗ്ലീഷ് പറയുക കേട്ടോ. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് കേട്ടില്ല, അത് തന്നെയാണ് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? ബ്രെയിനിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ആ രോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? അമീബ ഏത് കാറ്റഗറിയിൽ വരുന്നതാ? അമീബ ഏത് ഗ്രൂപ്പിൽ വരുന്നതാ? ഏതാ? അമീബ ആരുടെ കൂടെ? വിരയാണോ? അല്ല, അമീബ ഒരു പ്രോട്ടോസോവയാണ്. പ്രോട്ടോസോവ രോഗത്തിന് എക്സാമ്പിളാണ് ഇത്, അമീബിക് മസ്തിഷ്ക ജ്വരം. ഏത് അമീബ? എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക
ഹിസ്റ്റോളിറ്റിക്ക, പറയണം തോന്നും പറയരുത് തെറ്റിപ്പോവും. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ഉണ്ടാക്കുന്നത് അമീബിയാസിസ് ആണ്. അമീബിയാസിസ് എന്ന് പറയുന്ന രോഗമാണ്. എന്ന് പറഞ്ഞാൽ അമീബിക്ക് ഡിസെൻട്രി എന്ന് പറയും. ഡിസെൻട്രി ആണ് കേട്ടോ. ഡിസെൻട്രി എന്ന് കേട്ടാൽ തന്നെ വൈറൽ ആക്കവും വൈറൽ പ്രശ്നങ്ങളാണ്. ആഹാരത്തിലൂടെ അല്ലെ വെള്ളത്തിൽ കൂടെ അമീബ ഇങ്ങോട്ടിറങ്ങിയാൽ വയറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കുടലിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമാണ് അമീബിയാസിസ്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ഉണ്ടാക്കുന്ന അമീബിക് ഡിസെൻട്രി. അതൊരുപാട് ആളെ ആൻസർ ചെയ്ത് തെറ്റിച്ചതാണ്. ഇനി ആൻസർ നെഗ്ലേറിയ ഫൗലേറി. ഇത് ഈ അടുത്ത് റീസെൻ്റ് ആയിട്ട് നമ്മൾ പേപ്പറിലൊക്കെ കേൾക്കുന്നതാണ്. ഒരുപാട് സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അല്ലേ, അപ്പം സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുമ്പം ഇങ്ങനെയുള്ള കുളത്തിലൊക്കെ കുളിക്കുന്ന സമയത്ത് അത് ക്ലോറിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ അമീബയാണ്. അമീബേനെ പേടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അവിടെയാണ് ഉണ്ടാവുന്നത് കേട്ടോ. നെഗ്ലേറിയ ഫൗലേറി എന്ന് പറയുന്നതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ആൻസർ. ഇനി ഇത് മുൻപേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കി, ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ രോഗം ഭാഗത്ത് നിന്ന് അടുപ്പിച്ച് 75, 76, 77 ക്വസ്റ്റ്യൻ ഫുള്ള് രോഗങ്ങളാണ്. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? വില്ലൻ ചുമ എന്ന് പറയുമ്പം ബാക്ടീരിയ ആണ് രോഗകാരി. പക്ഷെ നമ്മളോട് ചോദിച്ചത് ഏത് ബാക്ടീരിയ എന്നാണ്. ഏതാണെന്നറിയോ? ബോറനായ വില്ലനാണെന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഏതാ കിട്ടുക? ബോർഡറ്റെല്ല പെർട്ടൂസിസ്. പെർട്ടൂസസ് ആണ് വില്ലൻ ചുമേൻ്റെ ഇംഗ്ലീഷ്. പെർട്ടൂസിസ് ആണെന്ന് അറിയുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം അല്ലെ. ബോറനായ വില്ലൻ ചുമയ്ക്ക് കാരണം ബോർഡറ്റെല്ല പെർട്ടൂസിസ്. ഓക്കെ, റെഡി അല്ലേ? യെസ്. ഇനി അടുത്തത് ഏതാണ്? അടുത്തത് ഇതാ, ചിക്കൻ ബോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിനേഷൻ ഏതാണ്? ഇനി വാക്സിനേഷൻ പഠിച്ചില്ലെങ്കിലും ചിക്കൻ പോക്സിന്റെ രോഗകാരി ഏതാണ് എന്നറിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വൈറസാന്നൊക്കെ അറിയായിരിക്കും. ഏത് വൈറസാ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇനി അറിയാൻ ആൾക്കാരുണ്ടെങ്കിൽ ഒരു ചിക്കൻ ഒരു ബോക്സിൽ നിന്നും നമ്മൾ വാരി സെല്ല് ചെയ്യാന്ന് ആലോചിക്കുക. ഒരു ചിക്കൻ്റെ ബോക്സിൽ നിന്ന് ചിക്കൻ വാരി ഇങ്ങനെ സെല്ല് ചെയ്യാണ്. അപ്പോൾ ഏതാണ്? വാരിസെല്ല സോസ്റ്റർ ആണ് ഇതിൻ്റെ രോഗകാരിൻ്റെ പേര്. അപ്പോൾ വാരിസെല്ല സോസ്റ്റർ ആണെന്ന് അറിയുന്ന ആൾക്ക് വാരിസെല്ല വാക്സിൻ എന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ BCG ഏതാണ്? ക്ഷയരോഗമാണ് അല്ലേ. ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറഞ്ഞാൽ ഏത് രോഗമാണ്? പോളിയോ രോഗമാണ്. OPV എന്ന് പറയുന്ന പോളിയോക്കാണ്. ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ ഏത് രോഗമാണ്? ഹെപ്പറ്റൈറ്റിസ് B ആണ്. അവിടെ നിന്ന് ക്യാൻസർ വേഗം കിട്ടും. പക്ഷേ വാരിസെല്ല സോസ്റ്റർ ആണ് രോഗകാരി. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി. ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ആർക്കെതിരെ ഉപയോഗിക്കുന്ന, ഏത് രോഗകാരിക്കെതിരെ ഉപയോഗിക്കുന്നതാണ്? ബാക്ടീരിയനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിനാണ് ആന്റിബയോട്ടിക് എന്ന് പറയാം. അതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് അമിതമായാൽ അമൃതും വിഷം അല്ലേ. അപ്പോൾ ഏതാണ്? ഓപ്പറേഷൻ അമൃത് എന്നാലോചിച്ച് നോക്കുക. അമൃതം ആരോഗ്യം എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ടൊന്നും പോവരുത്. അത് ജീവിതശൈലി രോഗമാണ്. ഇത് ഓപ്പറേഷൻ അമൃത് അധികമായാൽ അതും വിഷമാണ്. അപ്പോൾ ആന്റിബയോട്ടിക് മരുന്നാന്ന് വെച്ചിട്ട് വാരി കഴിക്കാൻ പാടില്ല അല്ലേ. ഡോക്ടേഴ്സ് പറയാതെ എടുത്ത് കഴിക്കാനൊന്നും പാടില്ല. അപ്പം അത് പ്രശ്നമാണ്. സോ ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നതാണ് ആ സ്കീമിൻ്റെ പേര്. റെഡി. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ രോഗങ്ങൾ ഭാഗത്ത് നമുക്ക് ഒരു പാർട്ടും കൂടി ഇട്ടിട്ട് നമുക്ക് വീഡിയോ ചെയ്യട്ടോ. ഇനി നമ്മൾ വേറൊരു ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് കിടക്കുകയാണ്. എല്ലാം കൂടെ പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് വേറൊരു കുഞ്ഞു ഭാഗത്തേക്ക് ഒന്ന് കിടക്കുകയാണെങ്കിൽ നമ്മൾ നോക്കി ഇതേപോലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് ഇത് നമ്മളെ ഈ വിറ്റാമിൻ ടോപ്പിക് അല്ലേ. അപ്പോൾ നോക്കി, വിറ്റാമിൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് വെച്ച് കുറച്ച് ക്വസ്റ്റ്യൻ. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിലാണ്? നിശാന്തത എന്താ? വിറ്റാമിൻ എന്റെ കുറവാണ് അല്ലെ. വിറ്റാമിൻ എന്റെ കുറവാണ്. സ്കർവി സിന്റെ കുറവാണ്. അപ്പോൾ എന്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളാണ്. അപ്പോൾ കുറവ് കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾക്ക് എന്താ നമ്മൾ പറയുക? അപര്യാപ്തത രോഗങ്ങൾ. ഓക്കെ, എന്താണ് അപര്യാപ്തത രോഗങ്ങൾ എന്നല്ലേ പറയുക. ജനിതകം അല്ല, തൊഴിൽജന്യമല്ല. എന്ന് വെച്ചാൽ തൊഴിൽ സാഹചര്യവുമായി ബന്ധപ്പെട്ടതാണ് തൊഴിൽജന്യം. അതുമല്ല, അപര്യാപ്തത രോഗങ്ങൾ എന്നാണ് പറയാം. റെഡി? ഓക്കെ, യെസ്, ക്ലിയർ ആണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തയിലേക്ക് കടക്കുവാണെങ്കിൽ ഇതൊന്ന് നോക്കിയ ടേബിൾ ഒന്ന് വേഗം നോക്കിയാൽ ഐഡിയ കിട്ടും. ഇത് പഠിച്ചു വെച്ച് കേട്ടോ. പുതിയ 6th സ്റ്റാൻഡേർഡിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. SCERT. അടിപൊളിയായിട്ടൊന്ന് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് അധിക ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഒരു ടേബിൾ പഠിക്കുക, പുതിയത് പഠിക്കാം. വിറ്റാമിൻ എ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്? കണ്ണുണ്ടോ നോക്കുക. ത്വക്കൊക്കെ കോമൺ ആയിട്ട് പലതിലുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ അധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ കണ്ണുണ്ടോ? വിറ്റാമിൻ എ ആണ് കണ്ണിൻ്റെ ആരോഗ്യം. കണ്ണ്, ത്വക്ക്, തലമുടി, അതാണ് ആ ഒരു കോംബോ. അതിൽ കണ്ണാണ് പ്രാധാന്യം. വിറ്റാമിൻ ബി എന്ന് പറയുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക. പുതിയ ബുക്കിലേക്ക് വരുമ്പം ത്വക്ക് പിന്നെയും കണ്ടില്ല, അവിടെയും വരുന്നുണ്ട്. തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് വിറ്റാമിൻ ബി നിർബന്ധമാണ്. വിറ്റാമിൻ സി എന്ന് പറയുമ്പോൾ അതിൽ പല്ലുണ്ടാവും. പല്ല് ഡിയിലുണ്ടാവും, ഇവിടെ ഉണ്ടാവും. പക്ഷെ ഇവിടെ മോണ ഉണ്ടെങ്കിൽ മോണയ്ക്കാണ് പ്രാധാന്യം. മോണ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ സി കണക്ട് ചെയ്യാം. പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ആവശ്യമാണ് വിറ്റാമിൻ സി. ഇനി വിറ്റാമിൻ ഡി നോക്കിയേ. എഗെയിൻ പല്ലുണ്ട് കേട്ടോ. അപ്പോൾ പല്ല്, കാരണം മോണ ഹെൽത്തി ആയാലേ പല്ല് ഹെൽത്തി ആവുള്ളൂ അല്ലേ. അപ്പോൾ വിറ്റാമിൻ ഡിയും
പല്ല് വരും, എല്ലും പല്ലും വരും, രോഗപ്രതിരോധം വരും. പക്ഷേ മോണ ഉള്ളതുകൊണ്ട് വിറ്റാമിൻ സി. അതേപോലെ രോഗപ്രതിരോധം രണ്ടും ശരിയാണ്. പിന്നെ വിറ്റാമിൻ സിക്കാണ് കുറച്ചും കൂടെ നമ്മൾ പറയുക അല്ലേ. ഇനി വിറ്റാമിൻ ഇ എന്ന് പറയുന്ന സമയത്ത് അപ്പം ഡി കേട്ടാൽ എല്ലും പല്ലും ആണ് നോട്ട് ചെയ്യേണ്ടത്. എല്ല് കുറച്ചും കൂടെ കൂടുതലുണ്ട്, എല്ലിൻ്റെയും പല്ലിൻ്റെയും. വിറ്റാമിൻ ഇ എന്താ? നാഡികളാണ് കേട്ടോ. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിനാണ് വിറ്റാമിൻ ഇ, നാഡി. ഇനി കെ എന്താ? കെ എപ്പോഴും മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ്. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചൊരു സാധനമാണ്. വിറ്റാമിൻ കെ എന്ന് പറഞ്ഞാൽ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട കെ ഫോർ കട്ട അല്ലെ, അങ്ങനെ ആലോചിച്ച് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ടേബിൾ ഒന്ന് വായിച്ചിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ വിറ്റാമിൻ്റെ രാസനാമങ്ങൾ ഒഴിവാക്കി പഠിക്കരുത്. രാസനാമങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞുകൊണ്ട് 8ഓളം വിറ്റാമിനുകൾ ഉണ്ട്. ബിയിൽ 8 അല്ലേ. 1 തയമിൻ, 2 റൈബോഫ്ലേവിൻ, 3 നിയാസിൻ, 5 പാൻറ്റോതെനിക് ആസിഡാണ്. 5 എന്ന് പറയുമ്പോൾ പഞ്ച എന്നൊക്കെ കിട്ടൂലേ അല്ലേ. അപ്പോൾ 5 എന്തായാലും പാൻറ്റോ ആണ്. 6 പിരിഡോക്സിൻ. 6 വയസ്സിൽ സ്കൂളിൽ പോയാൽ പിരീഡുകളൊക്കെ കാണാം അല്ലേ. 7 ബയോട്ടിൻ, ബയോളജിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം 7 എന്ന് പറയുന്നത്. അപ്പോൾ ബയോളജി എന്ന് വെറുതെ ഇങ്ങനെ ഇംഗ്ലീഷിലൊന്ന് എണ്ണി നോക്കിയേ. ബയോട്ടിൻ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 ഓക്കെ. അപ്പോൾ 7 ആണ് അല്ലേ. B7 ആണ് ബയോട്ടിൻ. പിന്നെ ഏതാണ്? 9 എന്ന് എഴുതുമ്പോൾ അല്ലേ ഈ ഒരു അക്ഷരം എഴുതുന്നത് ഫ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ ഫോളിക് ആസിഡ് ഓക്കെ. എന്താണ്? ഫോളിക് ആസിഡ് ആണ് B9. B12 ആണ് അവസാനത്തത്. B12 സൈനോകൊബാലമിൻ എന്നാണ് പറയുക. സൈനോകൊബാലമിൻ +2 എത്തുമ്പോഴാണ് റെക്കോർഡ് സൈൻ ചെയ്യൽ അല്ലേ. അതുകൊണ്ട് സൈൻ ചെയ്യുന്ന പരിപാടി +2 അപ്പോൾ സൈനോകൊബാലമിൻ 1 ഒരു തുടക്കമാണ്, അതുകൊണ്ട് താ ഉണ്ടാവും. തുടക്കക്കാരന് തായ് ഉണ്ടാവും. റൈബോഫ്ലേവിൻ 2 എന്ന് ആലോചിക്കട്ടെ. 2 റൈബോ, 2. 3 എന്താ? നിയാസിൻ എന്ന് പറയാം, നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയാം അല്ലെ. നിക്കോട്ടിനിക് ആസിഡ് എന്നാണ് പറയാം, നിക്കോട്ടിനിക് ആസിഡ്. അപ്പോൾ ആലോചിച്ച് വെക്കാലല്ലേ, 3 വയസ്സുള്ള ഒരു നിയാസ് എന്ന് പറയുന്ന ഒരു ഏതൊരു ബോയ്ക്ക് നിക്കറില്ല എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. നിക്കറില്ല, പല്ലുമില്ല. അതുകൊണ്ട് പെല്ലഗ്ര എന്ന് ആലോചിക്കാൻ കിട്ടും. അപ്പോൾ പെല്ലഗ്ര എന്ന് പറഞ്ഞാൽ രോഗമാണ്. ഇത് എപ്പോഴും ചോദിക്കുന്ന PYക്കാണ്, റിപ്പീറ്റഡ് ചോദിക്കുന്ന രോഗമാണ്. B3ൻ്റെ കുറവാണ്, നിയാസിൻ്റെ കുറവാണ്, പെല്ലഗ്ര റിപ്പീറ്റ് അടിച്ച് ചോദിച്ച ക്വസ്റ്റൻ ആണ്. പിന്നെ വിറ്റാമിൻ എന്റെ പേര്. എക്ക് കണ്ണിലെ റെറ്റിന ഞാൻ ആലോചിച്ച റെറ്റിനോൾ അല്ലേ. ഇനി സി എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ്. അസ്കോർബിക് ആസിഡ് എന്നാണ് പറയുക. ചിലപ്പം ആസിഡിന് പകരം അമ്ലം എന്ന് കൊടുക്കാം. ഡി, വിറ്റാമിൻ ഡി എല്ലിനും പല്ലിനും ആവശ്യമാണ്. കാൽസ്യം. അപ്പോൾ കാൽസ്യം ആഗിരണം ഡി, കാൽസിഫെറോൾ. ഈന്ന് ടോക്ക് ചെയ്യുക, ഈന്ന് ചിരിച്ച് ടോക്ക് ചെയ്യുക എന്നൊക്കെ പറയും പോലെ ഈ ആണ് ടോക്കോഫിറോൾ. K4 പില്ലോ വെച്ച് കിടക്കുന്നു അല്ലേ. അപ്പോൾ ഫില്ലോക്വിനോൺ എന്നാണ് പറയുക. ഫില്ലോക്വിനോൺ ആണ് കെ. അങ്ങനെ രാസനാമങ്ങൾ ഒഴിവാക്കാതെ പഠിച്ചാൽ നമുക്ക് എന്തായാലും വിറ്റാമിൻ ഭാഗത്തു നിന്നുള്ള ആൻസർ നിർബന്ധമായും ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വെച്ച് വേവിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ? അടച്ചു വെച്ച് വേവിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പഴത്തിലും പച്ചക്കറിയിലുള്ള എന്തോ ഒരു സംഭവം, ഏതോ ഒരു വിറ്റാമിൻ അങ്ങോട്ട് പോകും. അപ്പോൾ ചൂടാവുമ്പോൾ നീരാവിയിൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ, എന്നൊക്കെ പറഞ്ഞാൽ ആൻസർ എന്താ? വിറ്റാമിൻ സി ആണ് ആൻസർ കേട്ടോ. ഏതാണ്? വിറ്റാമിൻ സി. ഓക്കെ, വിറ്റാമിൻ സി ആണ് ആൻസർ. അപ്പോൾ മോണകളിൽ പഴുപ്പും രക്തസ്രാവവും ഒക്കെ ഉണ്ടാവുക. മോണയിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന ഈ രോഗത്തിൻ്റെ പേരാണ് സ്കർവി. അത് ആദ്യം പഠിച്ചു വെച്ചേക്കുക, സ്കർവി. ഈ രോഗലക്ഷണം കാണിക്കുക എന്ന് പറയുമ്പോൾ ഏത് വിറ്റാമിൻ്റെ കുറവാണെന്ന് അറിയോ? വിറ്റാമിൻ സി ആണ് സ്കർവി രോഗം എന്ന് പറയുമ്പോൾ സി കുറയുമ്പോഴാണ് ഉണ്ടാവുക. ഓക്കെ, നാവികരുടെ പ്ലാഗ് എന്ന് നമ്മൾ പറയുന്ന രോഗമൊക്കെയാണ് സ്കർവി അല്ലെ. ബ്ലീഡിങ് ഗമ്മിന്റെ മുകളിൽ നിന്ന് ബ്ലീഡിങ് ആണ്. ഗം എന്ന് വെച്ചാൽ മോണ. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ വിറ്റാമിൻ സി കിട്ടണമെങ്കിൽ അധികം പുളിരുചിയുള്ള ഫ്രൂട്ട്സിലൊക്കെയാണ് വിറ്റാമിൻ സി കൂടുതലായി ഇറങ്ങിയത്. നമ്മളെ സിട്രസ് ഫ്രൂട്ടൊക്കെ അല്ലേ, ഓറഞ്ച് ഒക്കെ അല്ലേ. അപ്പൊ അതൊക്കെ കഴിക്കണം. അതുപോലെ നെല്ലിക്ക വിറ്റാമിൻ സിന്റെ ഭയങ്കരമായ ഒരു സോഴ്സ് ആണ്, കലവറയാണ്. അപ്പൊ നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ കഴിച്ചാൽ വിറ്റാമിൻ സി നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പൊ അതുപോലെ ചോദിക്കാറുണ്ട്, നെല്ലിക്കേന്റെ ഒരു പുളിരുചി ഇല്ലേ അല്ലെ. നെല്ലിക്കേന്റെ പുളിരുചിക്ക് കാരണം തന്നെ ഏതാണ്? അസ്കോർബിക് ആസിഡ് ആണ് എന്നുള്ള നോട്ട് ചെയ്യുക. നെല്ലിക്കേന്റെ പുളിരുചിക്ക് കാരണമായ ആസിഡ് ചോദിക്കും. ആസിഡ് ഏതാന്ന് വെച്ചാൽ ഈ ആസിഡിന്റെ പേര് പറഞ്ഞാൽ മതി. ഇതിന്റെ പേര് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ആയി. വിറ്റാമിൻ സിന്റെ പേരെന്താ? അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ് അല്ലേ. അസ്കോർബിക് ആസിഡ് ആണ്. ആ ആസിഡ് തന്നെ എന്ന് വെച്ചാൽ വിറ്റാമിൻ സി തന്നെ. വിറ്റാമിൻ സി, അസ്കോർബിക് ആസിഡ് അത് തന്നെയാണ് നെല്ലിക്കേൻ്റെ പുളിരുചിക്ക് കാരണം. അല്ലാതെ പുളി എന്ന് പറയുമ്പോഴേക്ക് സിട്രിക് ആസിഡ് എന്നും ടാർട്ടാറിക് ആസിഡ് എന്നും പറയരുത്. സിട്രിക് ആസിഡ് എവിടെയാ? ഓറഞ്ചിലൊക്കെ, നാരങ്ങ ഓറഞ്ചിലാണ് അല്ലേ. ടാർട്ടാറിക് എന്ന് പറയുമ്പോൾ വാളൻ പുളിയിൽ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പം ഇതെന്താണ്?
നെല്ലിക്കയിലെ അസ്കോർബിക് ആസിഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ? ത്വക്ക് വിറ്റാമിൻ എയിൽ കണ്ട്, വിറ്റാമിൻ ബിയിൽ കണ്ട്, വിറ്റാമിൻ സിയിൽ കണ്ട്, എല്ലാത്തിലും കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് നോക്കി സെലക്ട് ചെയ്യും? മോണ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ വിറ്റാമിൻ സിൻ്റെ കൂടെ പോവാം. ഓക്കെ, അങ്ങനെ വേണം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റൂല കേട്ടോ. ഇനി അടുത്തത് എന്താ? ജീവകം B12 അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം. ബി കോംപ്ലക്സിൽ ഓരോന്നും നമ്മൾ അപര്യാപ്തത പഠിക്കും, ചിലതൊക്കെ വളരെ പ്രധാനമാണ്. എസ്പെഷ്യലി B12 ഒക്കെ എപ്പോഴും ചോദിക്കും. ഓക്കെ, B9, B12 ഒക്കെ ചോദിക്കുന്നതാണ്. ഏതാ? B12 മാത്രം ചോദിച്ചാൽ പെർനീഷ്യസ് അനീമിയ എന്നതാണ് ആൻസർ. ഏതാണ്? പെർനീഷ്യസ് അനീമിയ. ബാക്കി സ്കർവിക്ക് ഏതാ? സ്കർവിക്ക വിറ്റാമിൻ സി. വന്ധ്യത എന്ന് പറയുമ്പോൾ വേണം വിറ്റാമിൻ ഇ ആണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. വന്ധ്യത, റീപ്രൊഡക്റ്റീവ് ഓർഗൻ, പ്രത്യുൽപാദന അവയവത്തിന്റെ ആരോഗ്യം ഇല്ലെങ്കിൽ വന്ധ്യത. ദെൻ നിശാന്തത എന്ന് പറയുമ്പോൾ വിറ്റാമിൻ എ ആണ് വരിക. വിറ്റാമിൻ എ ആണ് വരിക. അടുത്തത് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? ഇതൊക്കെ അറിയാവുന്ന കോഡല്ലേ അല്ലേ? വിറ്റാമിന് കൊഴുപ്പിൽ ലയിക്കുന്നത്, ജലത്തിൽ ലയിക്കുന്നത് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിക്കാം. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാ? കൊഴുപ്പടക്ക്. കൊഴുപ്പ് കേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ഒന്ന് കൊഴുപ്പ് അടക്കടോ, ഒന്ന് കൊഴുപ്പ് അടക്ക്, കൊഴുപ്പ് കേടാണ്, കൊഴുപ്പൊന്ന് അടക്ക്. അടക്ക് മീൻസ് കുറക്കി അല്ലേ. അപ്പോൾ കൊഴുപ്പ് കേടാ എന്ന് പറഞ്ഞാലും കൊഴുപ്പടക്ക് എന്ന് പറഞ്ഞാലും കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിൻ അവിടെ നമുക്ക് കിട്ടും അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ജസ്റ്റ് പഠിച്ച ടോപ്പിക് മെയിനായില്ലേ. ജലത്തിൽ ലഭിക്കുന്ന ഏതാ? ബിയും സിയും ആണ് ആൻസർ. അപ്പോൾ എന്താ ആലോചിച്ചാൽ മതി? ജലം ഫോർ വാട്ടർ ആണ് അല്ലേ. വാട്ടർ ആണ്. വാട്ടറിൻ്റെ ഡബ്ല്യൂന് ഇങ്ങോട്ട് എടുക്കുക. WBC. WBC അറിയില്ലേ നിങ്ങൾ? ശ്വേതരക്താണുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. നമ്മളൊരു കോഡ് പോലെ പറഞ്ഞതാണ്. WBC എന്നുള്ള പേര് അറിയുന്നുണ്ട്. WBC വാട്ടർ ലയിക്കുന്നത് ബിയും സിയും. കൊഴുപ്പ് കേടാ, കൊഴുപ്പടക്ക്. അപ്പോൾ കേടാ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വേണമെങ്കിൽ വായിക്കാം, അടക്കെന്ന് പറഞ്ഞ് അങ്ങോട്ട് വേണമെങ്കിൽ വായിക്കാം. സോ ഏത് വേണമെങ്കിൽ ആൻസർ കണക്ട് ചെയ്യാം. ഓക്കെ, താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി. രാസനാമം പഠിക്കണം എന്ന് പറയുന്നത് ഇതാണ്. ഏതാണ് ശരിയല്ലാത്ത ജോഡി? വിറ്റാമിൻ എ, കണ്ണ്, റെറ്റിനോൾ. ശരിയല്ലേ? ശരിയാണ്. ജീവകം സി, റൈബോഫ്ലേവിൻ. അങ്ങനെയല്ല നമ്മൾ പഠിച്ചല്ലേ. സി അസ്കോർബിക് ആസിഡ് ആണ്. റൈബോഫ്ലേവിൻ എന്ന് വെച്ചാൽ B2 ആണ് അല്ലേ. ഇതേതാ വേണ്ടേ? B2 ആണ് സാധനം. B2 ആണ്, സി അല്ല. B1 തൈമിൻ, ഒന്നാമത്തെ തുടക്കക്കാരൻ താണ്ടാവും, അത് നോക്കിയാൽ മതി. ഈ ടോക്കോഫിറോൾ. യെസ്, ഈ എന്ന് ടോക്ക് ചെയ്യണം അല്ലേ. യെസ്. ഇനി അടുത്ത് എന്താ? ഏത് ജീവകമാണ് ടോക്കോഫിറോൾ? കണ്ടോ, ഫിറോൾ എന്നാണ് വരും കേട്ടോ. ക്വസ്റ്റ്യൻ ഇവർ ചോദിച്ചപ്പോൾ ഫിറോൺ എന്നാണ്. ടോക്കോഫിറോൾ ഏതാ? ഈ എന്ന് ടോക്ക് ചെയ്യണം. ഈ എന്ന് ചിരിച്ചുകൊണ്ട് ടോക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഏതാ വരിക? ജീവകം ഇ. ജീവകം ഇ. സിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം. റിപ്പീറ്റ് ആണ്. സി എന്ന് പറയുന്ന സമയത്ത് മോണയ്ക്കാണ്. അപ്പോൾ മോണയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സ്കർവി. ഓക്കെ, സ്കർവി. കണരോഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഏതാണ്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. കുട്ടികളിൽ വിറ്റാമിൻ ഡിന്റെ കുറവ് വളർച്ചാഘട്ടത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലുകൾ കനം കുറഞ്ഞിങ്ങനെ വളഞ്ഞു പോകും. അതിനെയാണ് കണരോഗം എന്ന് പറയുക. നിശാന്തത ഏതാ? നമ്മൾ പറഞ്ഞില്ലേ, വിറ്റാമിൻ എ. വായപ്പുണ്ണ് പഠിച്ചു വെച്ച് ചോദിക്കുന്നതാണ്. വിറ്റാമിൻ ബി ആണ്. വിറ്റാമിൻ ബി ആണ് വായപ്പുണ്ണ്. അതേപോലെ ബെറി എന്നൊക്കെ ചോദിക്കും. അതേപോലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫ്ലാറ്റ് അതനുസരിച്ചിട്ട് ഗ്ലോസിറ്റിസ് ചോദിക്കും. ഗ്ലോസിറ്റിസ് എന്ന് പറഞ്ഞാൽ നാക്കിനുണ്ടാകുന്ന പ്രശ്നമാണ്. വിറ്റാമിൻ ബി കുറയുന്ന സമയത്ത് നാക്കിന് വീക്കം, തൊലി ഇളകിപ്പോവുക, അതാണ് ഗ്ലോസിറ്റിസ്. അതൊക്കെ വിറ്റാമിൻ ബിയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാണ് കേട്ടോ. ഓക്കെ, റെഡി? ഇതൊക്കെ വിറ്റാമിൻ ബി ആണേ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ്? റിക്കറ്റ്സ്. ഇവിടുത്തെ ഓപ്ഷനിൽ എന്താ കൊടുത്തേ? കണ. ഞാൻ പറഞ്ഞു റിക്കറ്റ്സ് എന്ന് പഠിക്കണം, അത് ഇംഗ്ലീഷാണ്. അങ്ങനെ തന്നെ ചോദിക്കും. ചിലപ്പോൾ കണാന്ന് അവർക്ക് തോന്നുന്നു, ഇന്ന് കണ ചോദിക്കട്ടെ, അടുത്ത എക്സാമിന് ഞാൻ ഇംഗ്ലീഷ് പറയട്ടെ. മാറി മാറി ചോദിക്കുന്നതാണ്. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ഡി ആണ്. ജീവകം ഡി ആണ് ആൻസർ. ഓക്കെ, ജീവകം ഡി ആണ് ആൻസർ. സ്പീഡ് കൂടുന്നുണ്ടെങ്കിലും നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ബി കോംപ്ലക്സിന്റെ കുറേ പേര് പഠിച്ചില്ലേ. ബി കോംപ്ലക്സിൽ പെടാത്തത് ഏത്? ഫോളിക് ആസിഡ്, നിയാസിൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫോളിക് ആസിഡ് ഏതാ? B9. നിയാസിൻ ഏതാണ്? B3 ആണ്. തൈമിൻ എന്നല്ല, ശരിക്കും തയാമിൻ എന്നാണ് പറയുക കേട്ടോ. തയാമിൻ നമുക്ക് തൽക്കാലം ഇവിടെ റെഡിയാക്കി എഴുതാം. എന്നാലും B1 ആണ് ആൻസർ. അതൊന്നുമല്ല, അസ്കോർബിക് ആസിഡ് അല്ലേ പെടാത്തത്. കാരണം അസ്കോർബിക് ആസിഡിൽ നമ്മൾ പെടരുത്, അത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി ആണ്. അപ്പം ബി കോംപ്ലക്സിൽ പെടാത്തത് വിറ്റാമിൻ സി പെടൂല, അസ്കോർബിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തയമിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം. ആരാണ് തൈമിൻ? ആരാണ് തൈമിൻ? തൈമിൻ എന്ന് പറഞ്ഞാൽ ആരാ? അറിയാലോ. യെസ്, തൈമിൻ എന്ന് പറഞ്ഞാൽ തുടക്കക്കാരൻ ബി കോംപ്ലക്സിലുള്ളതാണ്. ഫസ്റ്റ് വൺ ബി ബെറിബറി. എന്താണ്? ബി ബെറിബറി കിട്ടും അല്ലേ. പെല്ലഗ്ര ഏതാണ്? നിയാസിന് പല്ലില്ല. B3. റിക്കറ്റ്സ് ഡി ആണ്. സ്കർവി ഏതാണ്? സി ആണ്. ഇപ്പോഴും ചോദിക്കും കേട്ടോ. ഇനി B12, B9 എന്നിവയുടെ അഭാവം കൊണ്ട് B12 മാത്രം ചോദിച്ചാൽ പെർനീഷ്യസ് അനീമിയ പറയാം. ഇനി B12ഉം B9ഉം വെച്ചിട്ട് ചോദിക്കാറുണ്ട്. B12ഉം B9ഉം വെച്ച് ചോദിക്കും. അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലുപ്പം കൂടിയതുമായ RBC. നമ്മൾ RBC നോർമൽ ഇങ്ങനെയാണെങ്കിൽ RBC ഇങ്ങനെ വലുതായിട്ട് അങ്ങോട്ട് പൊട്ടിപ്പോവും.
പൊട്ടും പൊടിപ്പ്. അപ്പൊ ആ രോഗത്തിന്റെ പേരെന്താണ്? വലുതായിട്ട് പൊട്ടുക, വലുത് മീൻസ് മെഗാ, പൊട്ടുന്നതിനതാ ബ്ലാസ്റ്റ്, ബോംബ് ബ്ലാസ്റ്റ് കേട്ടില്ലേ? അപ്പൊ മെഗലോ ബ്ലാസ്റ്റിക് അനീമിയ എന്നാണ് പറയാം. ഇവിടെ B9 പറയാം, B12 പറയാം, അല്ലെങ്കിൽ B9 മാത്രമായിട്ടും ചിലപ്പം ചോദിക്കും കേട്ടോ. ഓക്കെ, B12 ചോദിച്ചാൽ ശരിയാണ്. B12 മാത്രമായിട്ട് പെർനീഷ്യസ് അനീമിയ ചോദിച്ചാൽ അതും കറക്റ്റ് ആണ്. പെർനീഷ്യസ് അനീമിയ കാരണമാകുന്നുണ്ട് B12. അപ്പം മെഗലോ ബ്ലാസ്റ്റിനും B12 കാരണമാണ്, B9 കാരണമാണ്. രണ്ടും ചോദിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചോദിക്കാം. ഓപ്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ ആൻസറിലേക്ക് വരാം. അടുത്തത് നോക്കിയേ, കുറച്ച് പ്രസ്താവനയാണേ. ജീവകം ADCK കൊഴുപ്പിൽ ലയിക്കുന്നു. അങ്ങനെയല്ല, ADEK എന്നാ പഠിച്ചല്ലേ. അപ്പൊ അതെന്താണ്? അത് തെറ്റായ പ്രസ്താവനയാണ്, നമ്മളോട് ശരിയായി ചോദിച്ചത്. അപ്പൊ ഇത് തെറ്റാണ്. ജീവകം B3യുടെ അപര്യാപ്തത പെല്ലഗ്ര. B3 നിയാസ് എന്ന് പറയുമ്പോൾ 3 അക്ഷരമാണ്. നിയാസിന് 3 വയസ്സാണ്. നിയാസിന് പല്ലില്ല. അപ്പൊ അത് തന്നെയാണ് ശരിയായ പ്രസ്താവന. രണ്ടാമത്തത് അല്ലെ. എല്ലിന്റെ ശരിയായ വളർച്ചയ്ക്ക് ജീവകം A സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? തെറ്റല്ലേ? ഏതാ വേണ്ടേ? D ആ വേണ്ടേ? ഓക്കെ, യെസ്. ജീവകം K മൂലം സ്കർവിക്ക് C ആണ്, അല്ലാതെ K അല്ല. K രക്തം കട്ട പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. റെഡി ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി വിറ്റാമിൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇനിയുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിലേക്ക് അടുത്തൊരു ഇതിലും കൂടെ നമുക്ക് റിവിഷൻ്റെ അടുത്തൊരു പാർട്ടും കൂടെ ഇടാം. ഇനി കുറച്ച് ജീവിതശൈലി രോഗം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 1-2 കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിക്കുകയാണെങ്കിൽ, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ജീവിതശൈലി നമ്മൾ പറഞ്ഞു, തെറ്റായ ജീവിതശൈലി അല്ലേ. അപ്പൊ വ്യായാമക്കുറവ് ശരി എന്താണ് കാരണമാണ് അല്ലെ. വ്യായാമക്കുറവ് രോഗങ്ങളിലേക്ക് വരും. സാംക്രമിക ഇവിടെ പറയേണ്ട, വൈറസ് ഫംഗസ് എന്ന് പറയുമ്പോൾ അത് സാംക്രമിക രോഗം, അതിനെവിടെ പറയേണ്ട ആവശ്യമില്ല. പരമ്പരാഗതം ജീൻ തകരാറെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തതാണ്, അപ്പോൾ അതിവിടെ വേണ്ട. അമിതമായ ഭക്ഷണം എന്ന് പറയുന്ന സമയത്ത് യെസ്, അതെന്തായാലും സംഭവമാണ്. അമിത ഭക്ഷണം, വ്യായാമക്കുറവ്, സ്ട്രെസ്, ഉറക്കക്കുറവ്, മദ്യപാനം, മയക്കുമരുന്ന് അല്ലെ, പുകവലി, ഇങ്ങനെയുള്ള ശീലങ്ങളാണ് ജീവിതശൈലി രോഗത്തിന് കാരണം. അപ്പൊ ഇതിലെന്താ ചോദിച്ചേ? പ്രധാന കാരണം 1ഉം 4ഉം പ്രധാന കാരണമാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ D നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ D ആണ് ആൻസർ. ഇനി തൊഴിൽജന്യ രോഗമാണ്, തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന രോഗം. സിലിക്കോസിസ്, സോറിയോസിസ്, ന്യൂമോകോണിയോസിസ്, ആസ്ബറ്റോസിസ്. ഏതാണെന്നറിയോ? തൊഴിൽജന്യ രോഗത്തിൽ അല്ലാത്തത് സോറിയോസിസ് പഠിച്ചു വെച്ചേക്കുക. അത് തൊഴിൽജന്യ രോഗമല്ല, ത്വക്കിനുണ്ടാകുന്ന ഒരു പ്രതിരോധ സംവിധാനത്തിലെ തകരാറൊക്കെ കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സോറിയോസിസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ സിലിക്കോസിസും ന്യൂമോകോണിയോസിസും ആസ്ബറ്റോസിസും തൊഴിലിടത്തിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട രോഗമാണ്. ഇതിൽ ന്യൂമോകോണിയോസിസ് ഒക്കെ ചോദിക്കും കേട്ടോ. കൽക്കരി ഖനിയാണ്, കൽക്കരി ഖനിയിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗം, അവിടുത്തെ പൊടിയും പുകയൊക്കെ ശ്വസിച്ചിട്ടുണ്ടാകുന്ന രോഗം. സിലിക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആസ്ബറ്റോസിസ് ആണെങ്കിൽ അങ്ങനെയാണ്. സിലിക്ക പറയുമ്പോൾ എന്താണ്? അതുപോലെ മറ്റുള്ള ഖനി, സ്വർണത്തിൻ്റെത്, ടിന്നിൻ്റെത്, മൈക്ക അല്ലെ, ഇങ്ങനെയുള്ള ഖനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, അതേപോലെ സിറാമിക്സ്, മൺപാത്രം അല്ലെ, മൺപാത്ര നിർമ്മാണം, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുമ്പം അവിടുത്തെ സിലിക്ക പാർട്ടിക്കിൾസ് ശ്വസിച്ചിട്ടുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് എന്ന് പറഞ്ഞാൽ. ആസ്ബറ്റോസിസ് ആണെങ്കിലോ ആസ്ബറ്റോസ് ഫാക്ടറി, ആസ്ബറ്റോസ് ഫാക്ടറിയിൽ ഉണ്ടാകുന്ന അവിടെയുള്ള തൊഴിലാളികൾക്ക് കിട്ടുന്ന രോഗമാണ് ആസ്ബറ്റോസിസ് എന്ന് പറഞ്ഞാൽ. അപ്പം അല്ലാത്തതാണ് എന്ത്? സോറിയോസിസ്. ഓക്കെ, റെഡി. അപ്പം ജീവിതശൈലി രോഗങ്ങൾ ഈ ഒരു ടേബിളൊക്കെ നന്നായിട്ട് പഠിക്കട്ടോ. പ്രമേഹം, ഇൻസുലിൻ്റെ കുറവാണ്. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ഫാറ്റ് പോയിട്ട് ലിവറിൽ അടിയുക, കൊഴുപ്പ് കരളിൽ അടിയുക അല്ലേ. പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ എന്താണ്? തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് അങ്ങോട്ട് രക്തപ്രവാഹം പോയിട്ട് തടസ്സപ്പെട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോവുക, അതാണ് പക്ഷാഘാതം. സ്ട്രോക്ക് എന്നാണ് നമ്മൾ പറയുക, വാക്ക് പഠിക്കണേ. അമിത രക്തസമ്മർദ്ദം, BP കൂടുക. BP കൂടുമ്പോൾ നമ്മൾ എന്ത് പറയും? ഹൈപ്പർ ടെൻഷൻ അല്ലെ. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന രോഗമാണ്. ടെൻഷൻ കൂടുകയല്ല, BP കൂടുകയാണ്. കൊഴുപ്പടിഞ്ഞ് നമ്മുടെ രക്തക്കുഴലുകളിൽ പൊതുവേ കൊഴുപ്പടിഞ്ഞ് അതിൻ്റെ വ്യാസം കുറഞ്ഞ് രക്തത്തിന് ഒഴുകാൻ ബുദ്ധിമുട്ട്, അപ്പോൾ രക്തം ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കും, അതാണ് അമിത രക്തസമ്മർദ്ദം. ഹൃദയാഘാതമാണെങ്കിലോ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനി, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന, ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷകവസ്തുവും കൊണ്ടുവരുന്ന രക്തക്കുഴലിൻ്റെ പേരാണ് കൊറോണറി ധമനി. അതിൽ കൊഴുപ്പടിഞ്ഞാൽ ഹൃദയത്തിന് വേണ്ട സാധനങ്ങളൊന്നും കിട്ടൂല, അപ്പോൾ ഹൃദയം പ്രവർത്തനം നിലയ്ക്കുന്നതിനെയാണ് ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയാട്ടോ. ഓക്കെ, റെഡി, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഒറ്റൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതാ, കൊറോണറി ധമനിയിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം. ഹൃദയത്തിലേക്ക് എന്ന് പറയുന്നൊരു വാക്കില്ല എന്നുണ്ടെങ്കിൽ മറന്നു പോകരുത്, കൊറോണറി ധമനി ഹൃദയത്തിലേക്കുള്ള ധമനിയാണ്. ഓക്കെ, അപ്പോൾ ഏതാ രോഗം? ഹൃദയാഘാതം
ഹൃദയാഘാതം. ഓക്കെ, സെറ്റാണോ? ഹൃദയാഘാതം. ബാക്കിയുള്ള ഓപ്ഷനൊക്കെ കണ്ടില്ലേ? ഓക്കെ, എല്ലാം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഓപ്ഷനാണേ. യെസ്. പിന്നെ നമ്മൾ ഇനി അടുത്തതിൽ അതേപോലെ പുതിയ ടെക്സ്റ്റിലേക്കൊക്കെ വരുമ്പം ഈ BMI ഒക്കെ കൊടുത്തിട്ടുണ്ട്. BMI ഒക്കെ ഒന്ന് പഠിക്കുക. കാരണം ബോഡി മാസ് ഇൻഡെക്സ് ആണ്. നമ്മളെ ശരീരത്തിൻ്റെ വെയിറ്റ് കിലോഗ്രാമിൽ എടുക്കുക അല്ലേ. അപ്പോൾ അതേപോലെ നമ്മളെ ഹൈറ്റ് മീറ്ററിൽ എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭാരം ഡിവൈഡഡ് ബൈ നമ്മളെ ഹൈറ്റ് മീറ്ററിലേക്ക് മാറ്റിയിട്ട് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്ത് ഡിവൈഡ് ചെയ്താൽ ഒരു വാല്യൂ കിട്ടും. അതാണ് ബോഡി മാസ് ഇൻഡെക്സ്. അത് നോക്കിയിട്ടാണ് നമ്മളെ ബോഡി വെയിറ്റ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും ഹൈറ്റും വെയിറ്റും റെഡി ആണോ നോക്കണം അല്ലേ. 18.5ഉം 24.9ൻ്റെ ഉള്ളിൽ ഒരു വാല്യൂ ആണ് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ നമ്മളെ ബോഡി വെയിറ്റ് ഓക്കെ ആണ്, നമ്മളെ ഹെൽത്ത് ഓക്കെ ആണ്, നമ്മളെ BMI ഓക്കെ ആണ്, ഹൈറ്റും വെയിറ്റും പ്രൊപ്പോർഷൻ ഓക്കെ ആണ്. അതിൽ കൂടുതലാണെങ്കിൽ അമിതവണ്ണം ഉണ്ടോ ഭാരക്കുറവുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് BMI കാൽക്കുലേറ്റ് ചെയ്യുക. പുതിയ ബുക്ക് കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ നോർമൽ വാല്യൂ 18.5 24.9 കേട്ടോ, 25ൻ്റെ അടുത്ത് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് പഠിച്ചാൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻ നമുക്ക് കണക്ട് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. സിലബസ് നന്നായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ സിലബസ് വെച്ചുകൊണ്ട് ചെക്ക് ചെയ്യുക ഓക്കെ ആണോ എന്ന്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ അത്യാവശ്യം ക്വസ്റ്റ്യൻ ചെയ്തത് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഒരു പാർട്ടും കൂടെ ഇട്ട് നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കുക. അപ്പോൾ എക്സാമിനുള്ള പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് തന്നെ നടക്കട്ടെ. ഓക്കെ, അപ്പോൾ അതിന് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഈ വീഡിയോ എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.